നമസ്കാരം. കാലം മാറുന്നതിനനുസരിച്ച് നമ്മുടെ ജീവിത രീതികളും മാറും. കോവിഡിന് ശേഷം നമ്മുടെ ജീവിതത്തിൽ കാതലായ മാറ്റങ്ങളാണ് ഉണ്ടായത്. ആ മാറ്റത്തിൻ്റെ ഒരു ഭാഗമാണ് നമ്മുടെ ഉപഭോക്തൃ സംസ്കാരത്തിലും പ്രകടമാകുന്നത്. ഉൽപ്പന്നങ്ങൾക്കും സേവനങ്ങൾക്കുമായി വ്യാപാര സ്ഥാപനങ്ങളിൽ നേരിട്ട് പോകുന്നവരുടെ എണ്ണത്തിൽ കോവിഡിന് ശേഷം വലിയ കുറവാണ് ഉണ്ടായിട്ടുള്ളത്. ആ സേവനങ്ങൾ നമ്മുടെ മുന്നിലേക്ക് എത്തിക്കുന്നത് ഡെലിവറി ഏജൻസികൾ ആണ്. അതിൽ തന്നെ രാജ്യത്ത് ഏറ്റവും മുന്നിൽ നിൽക്കുന്ന ഏജൻസിയാണ് സ്വിഗ്ഗി. എന്നാൽ കൂലി വൻതോതിൽ വെട്ടിക്കുറച്ചതിന് എതിരെ സ്വിഗ്ഗിയിലെ തൊഴിലാളികൾ കടുത്ത പ്രതിഷേധത്തിലാണ്. അനിശ്ചിതകാല പണിമുടക്ക് ആരംഭിച്ചുവെങ്കിലും തൊഴിൽ മന്ത്രിയുടെ ഉറപ്പിനെ തുടർന്ന് സമരം അവസാനിപ്പിച്ചിരിക്കുകയാണ്. തൊഴിൽ നിയമങ്ങളും മനുഷ്യാവകാശങ്ങളും ലംഘിക്കുന്നു എന്നാണ് തൊഴിലാളികളുടെ ആക്ഷേപം. സ്വിഗ്ഗിയിലൂടെ ഓൺലൈനായി ഭക്ഷണ വിതരണം നടത്തുന്നവരും സമരത്തിൻ്റെ ഭാഗമായിരുന്നു. ഐക്യദാർഢ്യവുമായി സൊമാറ്റോ ഉൾപ്പെടെയുള്ള ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളിലെ ജീവനക്കാരും രംഗത്തെത്തിയിട്ടുണ്ട്. ഭക്ഷണം എത്തിക്കുന്നവരോട് അവഗണനയോ? സ്വിഗ്ഗി തൊഴിലാളികളെ ചൂഷണം ചെയ്യുന്നു? ചർച്ചയിൽ പരിഹാരമാകുമോ എന്നാണ് ന്യൂസ് 18 പരിശോധിക്കുന്നത്. എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ചർച്ചയിൽ പങ്കെടുക്കുന്നത് AITUC നേതാവ് ശ്രീ TC സഞ്ജിത്ത്. അദ്ദേഹം കൊച്ചി സ്റ്റുഡിയോയിൽ നിന്ന്. ഗിഗ് വർക്കേഴ്സ് യൂണിയൻ CITU നേതാവ് ശ്രീ ഗിരീഷ് ചന്ദ്രൻ. ഒപ്പം ശ്രീ S മഹേഷ് കുമാർ, സംയുക്ത സമരസമിതി ചെയർമാൻ. ഇരുവരും തിരുവനന്തപുരം സ്റ്റുഡിയോയിൽ നിന്ന്. ഒപ്പം പൂമരം റാം റെസ്റ്റോറൻറ്റിൻ്റെ ഭാരവാഹിയും നടത്തിപ്പുകാരനുമായ സുഖിൽ റാം കൂടി ചർച്ചയുടെ ഭാഗം ആകുന്നുണ്ട്. ആദ്യം ഞാൻ ഗിരീഷിലേക്ക് പോകുന്നു. ഗിരീഷ്, സാധാരണ നിലയിൽ ഒരു സമരത്തിലേക്ക് തൊഴിലാളികൾ എത്തുന്നത് മറ്റെല്ലാ വാതിലുകളും അടയുമ്പോഴാണ്. അത്തരത്തിൽ ഒരു സമരത്തിലേക്ക്, പ്രത്യക്ഷ സമരത്തിലേക്ക്, പണിമുടക്കിലേക്ക് സ്വിഗ്ഗിയിലെ തൊഴിലാളികളെ എത്തിച്ചിരിക്കുന്ന സാഹചര്യം എന്താണ്? നമസ്കാരം. തീർച്ചയായിട്ടും ഈ മേഖലയിൽ പണിയെടുക്കുന്ന തൊഴിലാളികൾക്ക് അർഹിക്കുന്ന വേതനം കിട്ടുന്നില്ല എന്നുള്ള ഒരു ഒറ്റ കാരണം കൊണ്ട് തന്നെയാണ് തൊഴിലാളികൾ ഈ സമരത്തിലേക്ക് നിർബന്ധിതരാകുന്നത്. 2018 ഈ കമ്പനി സ്വിഗ്ഗി എന്ന മാനേജ്മെൻറ്റ് എറണാകുളത്ത് ആരംഭിച്ചു. 2 മാസം കഴിഞ്ഞ് തിരുവനന്തപുരത്ത് ആരംഭിച്ചു. അവർ അന്ന് കൊടുക്കുന്ന കിലോമീറ്ററിന് 5 രൂപ എന്ന് പറയുന്ന റേറ്റ് തന്നെയാണ് ഈ 6 വർഷം കഴിഞ്ഞ് 2024 തൊഴിലാളികൾക്ക് കൊടുക്കുന്നത്. ഈ ഇന്ത്യ മഹാരാജ്യത്ത് ഒരു തൊഴിൽ പ്രസ്ഥാനങ്ങളും കാണിക്കാത്ത ഒരു അനീതിയാണ് ഈ സ്വിഗ്ഗി തൊഴിലാളികളോട് ഈ സ്വിഗ്ഗി മാനേജ്മെൻറ്റ് നാളെ ഇതുവരെ കാട്ടി വരുന്നത്. അതിന് ശക്തമായി പ്രതികരിച്ചുകൊണ്ട് തന്നെ നമ്മൾ തൊഴിലാളികൾ സംഘടിച്ച് സംയുക്ത സമരസമിതി രൂപീകരിച്ചുകൊണ്ട് നമ്മൾ ഈ സമരത്തിലേക്ക് ഇറങ്ങി തിരിച്ചത്. ഞാനൊന്ന് ഇടപെട്ട് പോകുന്നതാണ്. എല്ലാ വിഷയങ്ങളും നമുക്ക് പറഞ്ഞു പോകാം. താങ്കൾ ഈ പറയുന്ന 5 രൂപ എന്നത് അതൊരു സ്റ്റാൻഡേർഡ് ചെയ്തിരിക്കുന്ന റേറ്റാണോ? അതായത് കേരളത്തിൽ നൽകുന്ന അതേ തുകയാണോ മറ്റ് സംസ്ഥാനങ്ങളിലടക്കം സ്വിഗ്ഗി നൽകുന്നത്? ഒരിക്കലുമല്ല. കേരളത്തിൽ തന്നെ പല ജില്ലകളിലും വ്യത്യസ്ത റേറ്റാണ് ഈ കമ്പനി കൊടുക്കുന്നത്. അതായത് ഇപ്പോൾ കുറച്ച് നാളായിട്ട് എറണാകുളത്ത് കിലോമീറ്ററിന് 10 രൂപ വെച്ച് കൊടുക്കുന്നത്. പക്ഷേ എല്ലാവർക്കും കൊടുക്കുന്നില്ല. ചില റൈഡർമാർക്ക് വ്യത്യസ്ത തരത്തിലുള്ള റേറ്റ് കാർഡ് കൊടുക്കുന്നത്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ തൊഴിലാളികൾക്ക് എന്തുകൊണ്ട് മറ്റ് ജില്ലകളിലോ അല്ലെങ്കിൽ മറ്റ് സംസ്ഥാനങ്ങളിലോ കൃത്യമായിട്ട് കൊടുക്കാൻ ഇവർക്കൊണ്ട് പറ്റുന്നില്ല. ഒരു സമരം വന്നു കഴിഞ്ഞാൽ ഇവരെ എന്തുകൊണ്ട് ഒരു ഓർഡറിന് എക്സ്ട്രാ 35 രൂപ മുതൽ 120 രൂപ വരെ കൊടുക്കുന്നു? സമരം പ്രഖ്യാപിക്കുമ്പോൾ തൊഴിലാളികളെ എല്ലും കഷ്ണം ഇട്ട് കൊടുക്കുന്ന കണക്ക് ഒരു റേറ്റ് കൊടുക്കുക എന്നുള്ളൊരു സമ്പ്രദായം മാറ്റി സ്ഥിരമായിട്ടൊരു വേതനം എന്തുകൊണ്ട് തൊഴിലാളിക്ക് കൊടുക്കാൻ പറ്റുന്നില്ല? അപ്പോൾ അത് കമ്പനിയുടെ ഉദ്ദേശം എന്ന് പറയുന്നത് തികഞ്ഞും ചൂഷണമാണ്. അവർ കൊള്ളലാഭം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഇതുപോലുള്ള ചൂഷണം നടത്തിക്കൊണ്ട് തൊഴിലാളികളെ പിടിഞ്ഞ് അവരെ ദ്രോഹിക്കുന്നത്. അതിൻ്റെയും ശക്തമായ പ്രതികരണത്തിനാണ് ഈ ഒരു സമരം നമ്മൾ പരിപാടി രൂപം കൊടുത്തിരിക്കുന്നത്. റൈറ്റ്. ശ്രീ മഹേഷ്, മറ്റ് ഇപ്പോൾ ഞാൻ പരിശോധിക്കുമ്പോൾ ഏതാണ്ട് 13ഓളം ആവശ്യങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതിലേറ്റവും പ്രധാനപ്പെട്ടതാണ് ഗിരീഷ് സൂചിപ്പിച്ചത്. ഒപ്പം ഈ തുല്യ ജോലിക്ക് തുല്യ വേതനം എന്നതുൾപ്പെടെയുള്ള ആവശ്യങ്ങൾ മുന്നോട്ട് വയ്ക്കുമ്പോൾ എന്താണ് അത്തരം പ്രതിസന്ധികൾ? നമസ്കാരം അഭിലാഷ്. പറയും. അത്തരം പ്രതിസന്ധികളെന്ന് പറയുന്നത്, ഒരു തൊഴിലാളി നമ്മുടെ നാട്ടിൽ മിനിമം ജോലി ചെയ്യേണ്ട അവറുണ്ട്. അതെ. ആ മണിക്കൂറുകൾ കടന്ന് അവന് ജോലി ചെയ്യേണ്ട ഒരു സാഹചര്യമാണ് നിലവിൽ സ്വിഗ്ഗിയിലുള്ളത്. മുൻകാലങ്ങളിൽ, അതായത് ഇതിൻ്റെ തുടക്ക കാലഘട്ടത്തിൽ 8-9 മണിക്കൂർ ജോലി ചെയ്താൽ 1000, 1200, 1300 രൂപയൊക്കെ ഒരു ദിവസം ഏൺ ചെയ്യാൻ സാധിക്കുമായിരുന്നെങ്കിൽ ഇന്നത് 14-15 മണിക്കൂറിലേക്ക് മാറിയിരിക്കുന്നു.
അതായത് അവന് ഒരു ദിവസം 1200-1300 രൂപ ഏൺ ചെയ്യണമെങ്കിൽ, ആ തൊഴിലാളിക്ക് ഏൺ ചെയ്യണമെങ്കിൽ 15-16 മണിക്കൂർ റോഡിൽ കിടക്കേണ്ട അവസ്ഥയാണ്. അതായത് ഒരു ദിവസം അവർ പറയുന്ന ക്രൈറ്റീരിയ, മാനേജ്മെൻറ്റ് പറയുന്ന ക്രൈറ്റീരിയ അനുസരിച്ച് 9.5 മണിക്കൂർ ഓൺലൈനിൽ ജോലി ചെയ്താൽ ഏകദേശം 650 രൂപയോളം, അതായത് വിവിധ ഘട്ടങ്ങളിലായിട്ട് ഇൻസെൻറ്റീവ് പ്ലാനുകൾ അവർ പറയുന്നുണ്ട്. അപ്പോൾ അത് റേറ്റ് കാർഡ് അനുസരിച്ചാണ്. അതായത് നമ്മൾ എടുക്കുന്ന ഓരോ ഓർഡറിൻ്റെയും റേറ്റ് കൂട്ടിയാണ് 1000 എത്തുമ്പോൾ അല്ലെങ്കിൽ 1250 എത്തുമ്പോഴാണ് ഈ 650 രൂപ ഇൻസെൻറ്റീവ് കിട്ടുന്നത്. ആ ഇൻസെൻറ്റീവിലേക്ക് എത്താൻ വേണ്ടിയിട്ട് തൊഴിലാളികൾക്ക് സാധിക്കുന്നില്ല. അപ്പോഴാണ് അവർ ജോലി ചെയ്യേണ്ട സാഹചര്യം വരുന്നത്. നമുക്കറിയാം, നമ്മുടെ ജീവിത ചെലവുകൾ ഉയർന്നു വരുന്നു, പെട്രോളിൻ്റെ വില ഉയർന്നിരിക്കുന്നു. ഇതെല്ലാം മാനേജ് ചെയ്യണമെങ്കിൽ അവനൊരു ദിവസം ഏറ്റവും കുറഞ്ഞത് 1500 രൂപയെങ്കിലും വരുമാനം ഉണ്ടാകണം. ഞങ്ങൾ ആവശ്യപ്പെടുന്നതും അതുതന്നെയാണ്. മിനിമം, അതായത് താങ്കൾ ഈ പറഞ്ഞതനുസരിച്ച് ഒരു ഘട്ടത്തിൽ ഇത്തരത്തിൽ ഏൺ ചെയ്യാനുള്ള ഒരു സംവിധാനം ഉണ്ടായിരുന്നു എന്ന് പറയുമ്പോൾ അതൊരു തരം ഈ ആളുകളെ ആകർഷിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയായിരുന്നു. ഇപ്പോൾ അതിലേക്ക് കൂടുതൽ ആളുകൾ എത്തിയതോടുകൂടി അതില്ലാതെ ആക്കിയിരിക്കുന്നു എന്നാണോ മനസ്സിലാക്കേണ്ടത്? കറക്റ്റ്. അതായത് ആദ്യം ആളുകളെ ഇതിലേക്ക് ആകർഷിക്കുവാൻ വേണ്ടിയിട്ടാണ് ഈ തരത്തിലുള്ള പ്ലാനുകൾ കൊണ്ടുവന്ന് അവരെ ആകർഷിപ്പിച്ച് അവരെ ഈ മേഖലയിലേക്ക് ജോലി എടുപ്പിക്കാനായി കൊണ്ടുവന്ന് അവരിതേ ജീവിതമെന്ന് പറഞ്ഞ് മുന്നോട്ട് പോവുകയാണ്. അപ്പോൾ അത് കമ്പനിക്ക് മനസ്സിലായപ്പോൾ സ്വാഭാവികമായിട്ടും ഇതിൻ്റെ നിരക്കുകൾ വെട്ടിക്കുറച്ചു, വർക്ക് അവർ കൂട്ടി, തൊഴിലാളികളെ ബുദ്ധിമുട്ടിക്കുന്ന സാഹചര്യമാണ് മാനേജ്മെൻറ്റ് ഇപ്പോൾ സ്വീകരിക്കുന്നത്. അതോടൊപ്പം കൂടുതൽ ആളുകളെ റിക്രൂട്ട് ചെയ്യുന്നു. അതായത് റെഫറൽ ബോണസ് എന്നും ജോയിനിങ് ബോണസും എന്നുള്ള മോഹന വാഗ്ദാനങ്ങൾ നൽകി കൂടുതൽ ആളുകളെ ദിവസവും ഇതിനകത്തേക്ക് റിക്രൂട്ട് ചെയ്യണം. അങ്ങനെ ആളുകളെ കൂടുതൽ അതെന്താണത്, ആ സ്കീം എന്താണ്? അതായത് ഒരാൾ പുതുതായി എത്തിയാൽ തുടക്കത്തിൽ അവർക്ക് കൂടുതൽ ഏൺ ചെയ്യാൻ പറ്റുമെന്നുള്ളതാണോ? അതായത് ഇപ്പം ഞാൻ അഭിലാഷിനെ ഈ കമ്പനിയിലേക്ക് റെഫർ ചെയ്യുകയാണ് എങ്കിൽ അഭിലാഷ് ഇത്ര ദിവസത്തിനകത്ത് ഇത്ര ഓർഡർ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് റെഫറൽ ബോണസ് എന്നുള്ള നിലയ്ക്ക് 6000 രൂപ ലഭിക്കും. അഭിലാഷ് ആ ഓർഡർ, എന്റെ അധ്വാനത്തിന്റെ വിഹിതമാണ് താങ്കൾക്ക് കിട്ടുക. അതോടൊപ്പം അഭിലാഷിന് കിട്ടുന്നുണ്ട്. അഭിലാഷിന് ജോയിനിങ് ബോണസ് എന്നുള്ള നിലയ്ക്ക് ഏകദേശം 2500-3000, പല സമയത്ത് പല റേറ്റുകളാണ്. ഇന്നിപ്പോൾ ഇന്ന് സമരം പ്രഖ്യാപിച്ചു കഴിഞ്ഞപ്പോൾ അവരിട്ടിരിക്കുന്ന റേറ്റ് എന്ന് പറയുന്നത് 8000 രൂപയാണ് റെഫർ ചെയ്യുന്ന ഒരാൾക്ക്. അത് 40 ഓർഡർ പൂർത്തിയാക്കണമെന്നുണ്ട്. അതായത് ജോലി ചെയ്യുന്ന റെഫർ ചെയ്യുന്ന തൊഴിലാളി 40 ഓർഡർ പൂർത്തിയാക്കി കഴിയുമ്പോഴാണ് റെഫർ ചെയ്ത ആൾക്ക് 6000 രൂപ നേരത്തെ കിട്ടിക്കൊണ്ടിരുന്നെങ്കിൽ ഇന്നത് 8000 ആക്കുകയും 0 ഓർഡർ ആക്കി മാറ്റുകയും ചെയ്തു. അതായത് വെറുതെ റെഫർ ചെയ്താൽ മാത്രം മതി, ആ തൊഴിലാളി ഓർഡർ എടുത്തില്ലെങ്കിൽ. അതെന്താണ് ശ്രീ ഗിരീഷ്, താങ്കൾക്കും എന്താണ് അതിൽ നിന്ന് മനസ്സിലാകുന്നത്? കൂടുതൽ ആളുകൾ ഈ മേഖലയിലേക്ക് എത്താൻ തയ്യാറാകുന്നു എന്നുള്ളതാണോ, അല്ലെങ്കിൽ എത്താൻ തയ്യാറാകാത്തതാണോ ഇത്തരം ഓഫറുകൾ വെക്കാൻ കാരണം? അഭിലാഷ്, ഇതിൽ അവർ കൊടുക്കുന്ന ഈ പറഞ്ഞ റെഫറൽ ബോണസ് കണ്ടിട്ട് മാത്രം ഓടാൻ ഇറങ്ങുന്ന ആൾക്കാരുണ്ട്. അത് ഈ പാർട്ട് ടൈം ഓടുന്ന കുറച്ച് ജീവനക്കാരുണ്ട്. അതായത് പഠിക്കുന്നവർ, പകല് ജോലി ചെയ്യുന്നവർ, അങ്ങനെ പാർട്ട് ടൈം ആയിട്ട് ജോലി ചെയ്യുന്ന സ്ത്രീകളടക്കമുള്ളവർ ഈ മേഖലയിൽ പണിയെടുക്കുന്നുണ്ട്. അപ്പോൾ അവർ തുടക്കം എന്നുള്ള ഒരു ജോലിക്ക് റെഫറൽ ബോണസ് ഇത്ര കിട്ടും എന്ന് അറിയുമ്പോഴേക്കും, അല്ലെങ്കിൽ അവർക്ക് ഓടിക്കഴിയുമ്പോൾ അവർക്ക് ഇത്ര ഇൻസെൻറ്റീവ് കിട്ടും എന്ന് കാണുമ്പോൾ ഈ ജോലിയിലേക്ക് ചാടി ഇറങ്ങുന്നവരാണ്. ഈ ജോലി കഴിയുമ്പോൾ അവർക്ക് ഈ റെഫറൽ ബോണസിൻ്റെ ഈ സ്കീം കഴിയുമ്പോഴേക്കും അവർക്ക് ഇപ്പോൾ നിലവിൽ ഈ തൊഴിലാളികൾക്ക് കിട്ടുന്ന റേറ്റിലോട്ട് അവർ മാറും. അപ്പോഴാണ് അവർ മനസ്സിലാക്കുന്നത് നമ്മൾ ഈ ചതിക്കുഴിയിലോട്ട് പെട്ടു. ഈ അത്രമേൽ ആളുകൾ എത്തേണ്ട, അല്ലെങ്കിൽ അത്രമേൽ മാൻ പവർ ആവശ്യമായ ഒരു ഫീൽഡാണോ ഇത്? ഇപ്പോൾ താങ്കൾ ഇരുവരും തിരുവനന്തപുരത്ത് ആണല്ലോ, തിരുവനന്തപുരം നഗര കേന്ദ്രീകൃതമായി പ്രവർത്തിക്കുന്നവർ എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ ആ മേഖലയിലേക്ക് ഈ കമ്പനി ആവശ്യപ്പെടുന്നത് പോലെയുള്ള തൊഴിൽ അവസരങ്ങൾ ഉണ്ടോ? അതിനപ്പുറത്ത് കൂടുതൽ ആളുകൾ വന്നാൽ ഈ പറയുന്നത് പോലെ മത്സരത്തിന് അവസരമൊരുക്കാൻ കമ്പനിക്ക് സാധിക്കും. അവിടെ കൂടുതൽ സമയം ജോലി ചെയ്യാൻ ആളുകൾ തയ്യാറാകും. അങ്ങനെ ഒരു സാധ്യതയാണോ? എന്താണ് യഥാർത്ഥത്തിൽ ആവശ്യത്തിന് വേണ്ടിയുള്ള റിക്രൂട്ട്മെന്റ് ആണോ നടക്കുന്നത്? ഒരിക്കലുമല്ല. അവർ റിക്രൂട്ട്മെൻറ്റ് ഈ ഓർഡർ അനുസരിച്ചുള്ള റൈഡേഴ്സ് നിലവിൽ ആവശ്യത്തിലധികം ഈ തിരുവനന്തപുരം സിറ്റിക്കകത്തുണ്ട്. പക്ഷേ അവരുടെ ഉദ്ദേശം എന്ന് പറയുന്നത്, ഇപ്പോൾ എന്തെങ്കിലും ഒരു സാഹചര്യത്തിൽ ഏതെങ്കിലും ഇപ്പോൾ ഒരു സ്ട്രൈക്കോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു ഉത്സവകാലങ്ങളോ അങ്ങനെ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ റൈഡേഴ്സിൻ്റെ കുറവ് അനുഭവപ്പെട്ട് കഴിഞ്ഞാൽ അത് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അമിതമായിട്ടുള്ള റിക്രൂട്ട്മെൻറ്റ് നടക്കുന്നത്. അവർക്ക് ഒരു കാരണവശാലും ഓർഡർ പെൻഡിങ് വരാൻ പാടില്ല, ഫുൾ ടൈമും ഫീൽഡിൽ ആളുണ്ടാവുകയും വേണം. ആ ഒരു ഒറ്റ ഉദ്ദേശത്തോടു കൂടിയാണ് അവർ അധികമായിട്ട് ഈ റിക്രൂട്ട്മെൻറ്റ് നടത്തുന്നത്. അതിൻ്റെ ഒരു പ്രധാന ഘടകം എന്ന് പറയുന്നത് അവരുടെ ബിസിനസ് ഒരു കാരണവശാലും
തകരാൻ പാടില്ല, മറിച്ച് തൊഴിലാളിക്ക് തുച്ഛമായ വേതനയെ കൊടുക്കാൻ പറ്റത്തുള്ളൂ. ഈ ഒരു നിലപാടിലാണ് ഈ കമ്പനി നിലവിൽ ഇപ്പോൾ നടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. റൈറ്റ്. ശ്രീ മഹേഷ്, ഇത് ഇന്നിപ്പോൾ ഒരു പ്രത്യക്ഷ സമരത്തിലേക്കാണ് പോയത്. എൻ്റെ സംശയം, ഈ വിഷയത്തിൽ അധികൃതരെ ഇതിപ്പോൾ ഏതാണ്ട് ട്രേഡ് യൂണിയനുകൾ എല്ലാവരും പിന്തുണയ്ക്കുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് സമരത്തെ. അപ്പോൾ ഇത് ഈ അധികാരികളെ അല്ലെങ്കിൽ ലേബർ കമ്മീഷണറെ അടക്കം കൃത്യമായി ബോധിപ്പിച്ചിരുന്നോ? തീർച്ചയായിട്ടും. ഒരു കാര്യം സൂചിപ്പിക്കാനുള്ളത്, എല്ലാ ട്രേഡ് യൂണിയനുകളും ഈ സമരത്തിൻ്റെ ഭാഗമല്ല, ചിലരെങ്കിലും വിട്ടു നിൽക്കുന്നുണ്ട്. നിലവിൽ ഈ സംയുക്ത സമരസമിതിയുടെ ഭാഗമായിട്ടുള്ളത് CITUവും INTUCയും AITUCയും മാത്രമാണ്. ഇത് ഞങ്ങൾ ഒരു മാസത്തിന് മുന്നേ തന്നെ ഞങ്ങൾ ഈ സംയുക്ത സമരസമിതി വിവിധ സമയങ്ങളിൽ യോഗം ചേർന്ന് തൊഴിലാളികൾ ഒത്തുചേർന്ന് ആലോചിച്ച് എടുത്ത തീരുമാനമാണ് സംയുക്ത സമരസമിതി എന്നുള്ളത്. ആ സംയുക്ത സമരസമിതി തീരുമാനമെടുത്തതിന് ശേഷം ആദ്യം CITUവും ലേബർ കമ്മീഷനെയും അതോടൊപ്പം മാനേജ്മെൻറ്റിനെയും ഞങ്ങൾ സമരത്തിലേക്ക് പോവുകയാണ്, ഇന്ന ഡിമാൻഡുകൾ വച്ചുകൊണ്ട് എന്ന് പറഞ്ഞ ഡിമാൻഡ് നോട്ടീസ് CITU കൊടുത്തിരുന്നു. അതോടൊപ്പം തന്നെ INTUCയും ലേബർ കമ്മീഷനും മാനേജ്മെൻറ്റിനും ഒരു മാസം മുന്നേ തന്നെ നമ്മൾ ഡിമാൻഡ് നോട്ടീസ് കൊടുത്തിരുന്നു. അത് മാത്രമല്ല, സമരം പ്രഖ്യാപിച്ചപ്പോൾ തന്നെ ഞങ്ങൾ 3 ഘട്ടമായിട്ടാണ് സമരം പ്രഖ്യാപിച്ചത്. അതായത് ആദ്യത്തെ ഘട്ടം ലേബർ കമ്മീഷനിലേക്ക് ഞങ്ങളൊരു മാർച്ച് നടത്തി. അതായത് ഡിസംബർ 6-ാം തീയതി ലേബർ കമ്മീഷനിലേക്ക് മാർച്ച് നടത്തി ലേബർ കമ്മീഷന് ഞങ്ങൾ സമര നോട്ടീസ് നൽകിയിരുന്നു. അത് കഴിഞ്ഞ് ഡിസംബർ 11-ാം തീയതി സ്വിഗ്ഗിയുടെ ഓഫീസിലേക്ക്, പട്ടത്ത് സ്വിഗ്ഗിയുടെ ഓഫീസിലേക്ക് ഞങ്ങൾ തൊഴിലാളികൾ മാർച്ച് നടത്തി. മാനേജ്മെൻറ്റിനും ഞങ്ങൾ നോട്ടീസ് നൽകിയതിന് ശേഷമാണ് 16-ാം തീയതി മുതൽ അനിശ്ചിതകാല പണിമുടക്ക് ഞങ്ങൾ പ്രഖ്യാപിച്ചത്. യെസ്, അവിടെ ഈ ലേബർ കമ്മീഷനെ അടക്കം സമീപിക്കുമ്പോൾ എന്തായിരുന്നു പ്രതികരണം ഉണ്ടായത്? അല്ല, ലേബർ കമ്മീഷനെ നമ്മൾ സമീപിക്കുമ്പോൾ ഈ നോട്ടീസ് കൊടുക്കുന്ന സമയത്ത് വലിയ പ്രതികരണമൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ അവസാന സമയം, അതായത് ഒരാഴ്ചയോളം സമയം ഉണ്ടായിരുന്നിട്ടും സമരത്തിനോട് അടുത്ത ദിവസം വന്നപ്പോൾ അവർ ചർച്ചയ്ക്കൊന്നും പറഞ്ഞ് നോട്ടീസ് അയച്ചു. അതായത് എനിക്ക് തോന്നുന്നു 14-ാം തീയതി ആണെന്ന് തോന്നുന്നു അല്ലേ, 14-ാം തീയതി ചർച്ചയ്ക്കൊന്നുള്ള രീതിയിൽ നോട്ടീസ് അയച്ചിരുന്നു. മാനേജ്മെൻറ്റിൻ്റെ ആൾക്കാർക്കും നോട്ടീസ് അയച്ചു, സംയുക്ത സമരസമിതിയുടെയും വിവിധ ട്രേഡ് യൂണിയനുകളുടെ നേതാക്കൾക്കും നോട്ടീസ് അയച്ചിരുന്നു. അതിൻ്റെ ഭാഗമായി ഞങ്ങൾ ആ ചർച്ചയിൽ പങ്കെടുക്കാനായിട്ട് ലേബർ കമ്മീഷൻ ഓഫീസിൽ പോയിരുന്നു. അതായത് ഒരു കാര്യം വ്യക്തമാണല്ലേ, ലേബർ കമ്മീഷൻ അതിന്റെ ഗൗരവത്തോടെ തുടക്കത്തിൽ ഉൾക്കൊണ്ടില്ല എന്ന് വേണമല്ലേ മനസ്സിലാക്കാൻ? ഗൗരവത്തോടെ തുടക്കത്തിൽ ഉൾക്കൊണ്ടില്ല എന്ന് മാത്രമല്ല, ലേബർ കമ്മീഷൻ ഞങ്ങളെ വിളിച്ച് ആവശ്യപ്പെട്ടത് നിങ്ങൾ സമരത്തിൽ നിന്ന് പിന്മാറണമെന്നാണ്. അതായത് മാനേജ്മെന്റ് ചർച്ചയ്ക്ക് പങ്കെടുക്കാൻ പോലും തയ്യാറാകാതിരിക്കുമ്പോൾ ഞങ്ങളെ വിളിച്ചിരുത്തിയിട്ട് ലേബർ കമ്മീഷൻ പറയാണ് ഞങ്ങൾ ഇതിനെക്കുറിച്ച് പഠിക്കുകയാണ്. ഇപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുകയാണ് അവർ, കുറേ വർഷങ്ങളായി ഇത് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. പഠിത്തം മാത്രമേ നടക്കുന്നുള്ളൂ യാഥാർത്ഥ്യം എന്നുള്ളത്. അപ്പോൾ ഞങ്ങൾ വെറുതെ പോയി പോട്ടന്മാരെ പോലെ അവിടെ ചെന്നിരുന്ന് ഞങ്ങളുടെ ബുദ്ധിമുട്ടുകൾ പറഞ്ഞിട്ട് തിരികെ വരുന്ന സാഹചര്യം. അവർ പറഞ്ഞത് സമരം പിൻവലിക്കണം, ചർച്ചകൾ നടക്കുകയാണ് എന്നാണ്. ഞങ്ങൾ പറഞ്ഞു യാതൊരു കാരണവശാലും സമരം പിൻവലിക്കില്ല, കാരണം ഞങ്ങളുടെ മുൻകാല അനുഭവങ്ങൾ അതാണ്. ലേബർ കമ്മീഷനിൽ ചർച്ച നടത്തി എഗ്രിമെൻ്റ് വെച്ചുപോയ സ്വിഗ്ഗി മാനേജ്മെൻറ്റ് ആ എഗ്രിമെൻ്റ് വയലേറ്റ് ചെയ്യുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അതായത് വാസുകി IAS മാഡത്തിൻ്റെ മുന്നിൽ നടന്ന ചർച്ചയിലാണ് ഈ എഗ്രിമെൻ്റ് തയ്യാറാക്കിയിട്ടുള്ളത്. ആ എഗ്രിമെൻ്റ് പോലും ഇതുവരെ നടപ്പിലാക്കുവാൻ മാനേജ്മെൻറ്റ് തയ്യാറായില്ല, അത് അവരെ കൊണ്ട് നടപ്പിലാക്കിക്കുവാൻ ലേബർ കമ്മീഷനും തയ്യാറായില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. റൈറ്റ്. ശ്രീ TC സഞ്ജിത്ത് കൂടി ചേരുന്നുണ്ട് ചർച്ചയുടെ ഭാഗമായി. ശ്രീ സഞ്ജിത്ത്, ഈ ചർച്ച മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ ഒരു കാര്യം വളരെ കൃത്യമായി പറയട്ടെ, സ്വിഗ്ഗി എന്നത് ഒരു സേവനദാതാക്കൾ അല്ലെങ്കിൽ നിരവധി ആളുകൾക്ക് തൊഴിൽ നൽകുന്ന ഒരു സംവിധാനം കൂടിയാണ്. അവിടെ പിഴവുകളുണ്ടെങ്കിൽ അത് പരിഹരിച്ചു പോവുകയാണ് ചെയ്യപ്പെടേണ്ടത്. അതിനപ്പുറത്ത് ഏതെങ്കിലും ഒരു പക്ഷത്ത് നിന്നുകൊണ്ടല്ല ഈ ചർച്ച മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അത്തരം തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുക തന്നെ വേണം. കാലത്തിനനുസരിച്ച് തൊഴിൽ മേഖലയിൽ കാതലായ മാറ്റങ്ങളും ഉണ്ടാകണം. പക്ഷേ താങ്കൾ ഇതാ ശ്രദ്ധിച്ചു കാണുമല്ലോ, ഈ സംയുക്ത സമരസമിതിയുടെ നേതാവ് പറയുന്നത് ഒരു ഇടതുപക്ഷ സർക്കാർ അധികാരത്തിലിരിക്കുന്ന സംസ്ഥാനത്താണ്. അപ്പോൾ തൊഴിലാളികൾക്ക് വേണ്ടി നിലകൊള്ളുന്ന പ്രസ്ഥാനങ്ങളുള്ള അതിനെ പിന്തുണയ്ക്കുന്ന സർക്കാരുള്ള ഒരു സംവിധാനത്തിലാണ് ലേബർ കമ്മീഷനുടെ ഭാഗത്ത് നിന്ന് വലിയ അനാസ്ഥയുണ്ടാകുന്നത്. അതിവർ അസംഘടിതർ എന്ന തോന്നലിൽ ആണോ? എന്തുകൊണ്ടായിരിക്കാം സഞ്ജിത്ത് വേണ്ടത്ര ഗൗരവം ലേബർ കമ്മീഷൻ അടക്കം ഈ വിഷയത്തിന് നൽകാതിരുന്നത്? ഓൺലൈൻ ഭക്ഷണ വിതരണ രംഗത്ത് ആദ്യം സമരം ചെയ്തത് കൊച്ചിയിലെ തൊഴിലാളികളായിരുന്നു. അതേണ്ട 1 വർഷം മുമ്പാണ്. 27 ദിവസക്കാലമാണ് ആ പണിമുടക്ക് നടന്നത്. ആ പണിമുടക്കിന് നേതൃത്വം കൊടുത്തത് AITUC ഉൾപ്പെടെയുള്ള പുരോഗമന ട്രേഡ് യൂണിയൻ പ്രസ്ഥാനങ്ങളായിരുന്നു. അന്നും ഇതുപോലെ തന്നെ സംസ്ഥാന ഗവൺമെൻറ് ഇടപെടണം എന്ന വലിയ സമ്മർദ്ദം ഞങ്ങൾ നടത്തി.
ഗവൺമെൻറ് അതിൽ ഇടപെട്ടു. ശ്രീമതി വാസുകി IASൻ്റെ നേതൃത്വത്തിൽ ചർച്ച നടത്തി. പക്ഷേ ചർച്ച നടത്തി ധാരണയുണ്ടാകാൻ പോകുന്നു എന്ന ഫീല് നൽകി എന്നതല്ലാതെ മാനേജ്മെൻറ്റുകൾ ആ ചർച്ചയുമായി സഹകരിച്ചില്ല. മാനേജ്മെൻറ്റുകൾ ആ പൊതുവിലുണ്ടായ ധാരണയിൽ നിന്ന് പിന്നോട്ട് പോയി എന്നതാണ് ചരിത്രം. അതിന് കാരണം നിലവിലെ നിയമങ്ങൾ ഈ ഓൺലൈൻ പ്ലാറ്റ്ഫോം രംഗത്ത് പ്രവർത്തിക്കുന്ന കമ്പനികളെ നിയന്ത്രിക്കുന്നതിന് പര്യാപ്തമല്ല. നിലവിലെ തൊഴിൽ നിയമങ്ങളിൽ നമ്മൾ ഈ ഓൺലൈൻ പ്ലാറ്റ്ഫോം രംഗത്ത് പണിയെടുക്കുന്ന തൊഴിലാളികൾ വരുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം. അതുകൊണ്ടാണ് AITUC ഉൾപ്പെടെയുള്ള ട്രേഡ് യൂണിയൻ പ്രസ്ഥാനങ്ങൾ ആവശ്യപ്പെടുന്നത് ഇതിന് സമഗ്രമായ നിയമനിർമ്മാണം വേണം. ഇതിലേറ്റവും കാതലായ പ്രശ്നം ഇവരുടെ ശമ്പള പരിഷ്കരണത്തെ സംബന്ധിച്ചാണ്. ശമ്പള പരിഷ്കരണത്തെ സംബന്ധിച്ച ഒരു സംവിധാനം മാനേജ്മെൻറ്റും തൊഴിലാളി സംഘടനകളും ചേർന്ന് നടത്തുന്നതിനൊരു പ്ലാറ്റ്ഫോം ഇല്ല. അതിന് തൊഴിൽ വകുപ്പിന് എൻഡോസ് ചെയ്യാൻ കഴിയുന്നില്ല. ഇതാണ് യഥാർത്ഥ പ്രശ്നം. ഇവിടെയാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഗവൺമെൻറ്റിൻ്റെ സവിശേഷമായ ഇടപെടൽ കാണാൻ കഴിയുക. ആ സമരത്തിനൊടുവിൽ ഒരു ഘട്ടത്തിൽ സംസ്ഥാന ഗവൺമെൻറ് ഈ രംഗത്ത് നിയമനിർമ്മാണത്തിന് തയ്യാറായിരിക്കുകയാണ്. ആ നിയമനിർമ്മാണത്തെ സംബന്ധിച്ചുള്ള കരട് പ്രസിദ്ധീകരിച്ചു കഴിഞ്ഞു. ഓൺലൈൻ പ്ലാറ്റ്ഫോം രംഗത്ത് അത് ഫുഡ് ഡെലിവറി മാത്രമല്ല, വാഹനം ഓടിക്കുന്നവർ, മറ്റ് കാർഗോ മേഖലയിൽ വർക്ക് ചെയ്യുന്നവർ, മെഡിസിൻ വിതരണക്കാർ, പിന്നെ ഡ്രൈവേഴ്സ്, ഇവരെല്ലാം ഗിഗ് വർക്കേഴ്സിനെ ആകെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് അതിൻ്റെ രജിസ്ട്രേഷനും അതിൻ്റെ വെൽഫെയറും സാധ്യമാക്കുന്നതിന് വേണ്ടി കേരള നിയമസഭ ഒരു നിയമം പാസ്സാക്കുന്നതിന് ഗവൺമെൻറ് ഇനിഷ്യേറ്റീവ് എടുത്തിരിക്കുകയാണ്. അതുകൊണ്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഗവൺമെൻറ് ഈ മാനേജ്മെൻറ്റുകൾക്ക് മുന്നിൽ വഴങ്ങുന്നു എന്നല്ല അർത്ഥം, അവരെ നിയന്ത്രിക്കാനുള്ള ഇച്ഛാശക്തി കാണിക്കുന്നു എന്നാണ് അർത്ഥം. അത് എത്രയും പെട്ടെന്ന് നടപ്പിലാക്കണമെന്ന് AITUC ആവശ്യപ്പെടുകയാണ്. നിലവിലെ നിയമങ്ങൾക്കകത്ത് നിന്നുകൊണ്ട് ഈ മാനേജ്മെൻറ്റുകളെ നിയന്ത്രിക്കുക സാധ്യമല്ല എന്നതാണ് യാഥാർത്ഥ്യം. അവിടെയാണ് സഞ്ജിത്ത് സംശയം ഉണ്ടാകുന്നത്. ഈ തൊഴിൽ നിയമങ്ങൾ എന്നത് ഒരു സംസ്ഥാനത്തിന് മാത്രം ബാധകമാകുന്ന ഒന്നല്ലല്ലോ, അത് രാജ്യവ്യാപകമായി ബാധകമാകുന്ന ഒന്നാണ്. അപ്പോൾ ഇത്തരം വിഷയങ്ങൾ ഇതിപ്പോൾ പാർലമെന്റ് അടക്കം നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. നമ്മുടെ MP-മാർക്ക് വേണമെങ്കിലും ഇത്തരം വിഷയങ്ങളൊക്കെ ഉന്നയിക്കാം. അങ്ങനെ ഒരു നിയമനിർമ്മാണത്തിലൂടെ സംസ്ഥാന സർക്കാരിന് പരിഹരിക്കാൻ പറ്റുന്ന ഒരു വിഷയമാണ് ഇത് എന്നുകൂടി ഇവർക്ക് പ്രതീക്ഷ നൽകേണ്ടതുണ്ടോ? ഇതിൽ കേന്ദ്ര ഗവൺമെൻറ്റാണ് നിയമം നിർമ്മിക്കേണ്ടത് എന്നാണ് AITUCയുടെ സുചിന്തിതമായ അഭിപ്രായം. എന്നാൽ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ നയങ്ങൾ ഇത്തരം കോർപ്പറേറ്റുകൾക്ക് അനുകൂലമാണ്, തൊഴിലാളികൾക്ക് വിരുദ്ധവുമാണ് എന്നതാണ് യാഥാർത്ഥ്യം. ഇത് ബഹുമാനപ്പെട്ട സഖാവ് ബിനോയ് വിശ്വം തന്നെ, അതുപോലെ തന്നെ ഇടതുപക്ഷത്തിൻ്റെ MP-മാർ തന്നെ പല ഘട്ടങ്ങളിലും പാർലമെൻറ്റിനകത്ത്, രാജ്യസഭയ്ക്കകത്തും ലോക്സഭയ്ക്കകത്തും എല്ലാം ഉന്നയിച്ചിട്ടുള്ള പ്രധാനപ്പെട്ട പ്രശ്നമാണ്. അതിൽ കേന്ദ്ര ഗവൺമെൻറ് പറയുന്നത് നിങ്ങൾ സംസ്ഥാന ഗവൺമെൻറ്റുകൾ നിയമം നിർമ്മിക്കൂ എന്നാണ്. ആ സംസ്ഥാന ഗവൺമെൻറ്റുകൾ നിയമം നിർമ്മിക്കൂ എന്ന് എൻഡോസ് ചെയ്യുമ്പോൾ 2 സംസ്ഥാനങ്ങൾ നിലവിൽ നിയമം നിർമ്മിച്ചു, രാജസ്ഥാനും കർണാടകയുമാണത്. അതിൻ്റെ ചുവട് പിടിച്ചുകൊണ്ടാണ് കേരളത്തിൽ കേന്ദ്ര ഗവൺമെൻറ്റിൽ നിന്ന് നീതി ലഭിക്കുന്നില്ല തൊഴിലാളികൾക്ക് എന്ന ഘട്ടത്തിലാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഒരു നിയമ നിർമ്മാണത്തിന് വേണ്ടിയുള്ള പരിശ്രമം നടത്തുന്നത്. അതവിടെ നിൽക്കട്ടെ. ഇവിടുത്തെ കാതലായ പ്രശ്നം എന്താ? ഇവിടെ പ്രശ്നം സേവന വേതന വ്യവസ്ഥകൾ കാലോചിതമായി പരിഷ്കരിക്കുന്നില്ല. ഇപ്പോൾ എറണാകുളത്തെ സാഹചര്യമല്ല തിരുവനന്തപുരത്തെ സാഹചര്യമല്ല കോഴിക്കോട്ടത്തേക്ക്. ഇപ്പോൾ എനിക്ക് മുന്നേ സംസാരിച്ച ഗിരീഷ് ഇവിടെ സൂചിപ്പിച്ചതുപോലെ പല പാക്കേജുകളാണ് ഇവർ നടപ്പിലാക്കുന്നത്. ഇപ്പോൾ എറണാകുളത്ത് ഒരു വിഭാഗം തൊഴിലാളികൾക്ക് 5 രൂപയും മറ്റൊരു വിഭാഗം തൊഴിലാളികൾക്ക് 10 രൂപയും നൽകുന്നു. തൊഴിലാളികളെ ഭിന്നിപ്പിക്കാനുള്ള പരിശ്രമമാണ് മാനേജ്മെൻറ്റ് നടത്തുന്നത്. ഏകീകൃത രൂപം തൊഴിൽ മേഖലയിലില്ല. ഇപ്പോൾ പഴയ സ്കീമിൽ ജോലി ചെയ്തിരുന്ന ഒരു തൊഴിലാളി, ജീവനക്കാരൻ, അയാൾ 4 കിലോമീറ്റർ സഞ്ചരിക്കുമ്പോൾ 20 രൂപ ലഭിക്കുമായിരുന്നു എന്ന് പറഞ്ഞാൽ 1 കിലോമീറ്റർ സഞ്ചരിക്കുമ്പോൾ 5 രൂപ ലഭിക്കുന്നു. ഒരാൾ അവിടെ നിന്ന് ഓർഡർ എടുത്ത് ഹോട്ടലിൽ പോയി അത് തിരിച്ച് ഡെലിവറി നടത്തുമ്പോൾ അപ്പ് ആൻഡ് ഡൗൺ നോക്കുമ്പോൾ 1 കിലോമീറ്ററിന് 2.5 രൂപയാണ് ലഭിക്കുന്നത്. നിലവിലെ പെട്രോളിൻ്റെ ശരാശരി കണക്ക് പരിശോധിക്കുമ്പോൾ 75 പൈസ 1 കിലോമീറ്റർ സഞ്ചരിക്കുന്നതിന് വേണ്ടി വരുന്നു. മറ്റ് ചിലവുകൾ കഴിഞ്ഞാൽ കിട്ടുന്നത് 6 രൂപ 75 പൈസ മാത്രമാണ്. ഒരു ഓർഡർ ഡെലിവർ ചെയ്യുമ്പോൾ ഒരു തൊഴിലാളിക്ക് ലഭിക്കുന്നത് 6 രൂപ 75 പൈസ മാത്രമാണ്. അവൻ്റെ അധ്വാനം, അവൻ്റെ വണ്ടി, അവൻ്റെ പെട്രോള്, അവൻ്റെ മാനവവിഭവശേഷി, ഇതെല്ലാം വിനിയോഗിക്കപ്പെടുകയാണ്. പക്ഷേ മനുഷ്യത്വരഹിതമായ സമീപനം സ്വീകരിക്കുന്നു.
മറ്റൊരു തൊഴിലാളികൾക്ക് 10 രൂപ കൊടുക്കുകയാണ്. അത് തൊഴിലാളികളെ ഭിന്നിപ്പിക്കാനുള്ള പരിശ്രമമാണ്. അവരെ പുതിയൊരു സ്കീമിൽ പെടുത്തുന്നു. പുതിയ റിക്രൂട്ട്മെൻറ്റിന് പുതിയ സ്കീം. അങ്ങനെയുണ്ടോ? ഒരു തൊഴിലിന് 2 കൂലി കൊടുക്കുന്ന സിസ്റ്റം നടപ്പിലാക്കുന്നു. അത് തന്നെ അങ്ങേയറ്റം പ്രാകൃതമാണ്. അതൊരു ജനാധിപത്യ സംവിധാനത്തിനോ പരിഷ്കൃത സമൂഹത്തിനോ ചേർന്ന കാര്യമല്ല. മറ്റൊന്ന്, സാമൂഹ്യ പ്രശ്നമുണ്ട്. നമ്മുടെ തൊഴിലാളികൾ അനുഭവിക്കേണ്ടി വരുന്ന യാതനാപൂർണമായ ഒരുപാട് അനുഭവങ്ങളുണ്ട്. അവർ ഓർഡർ എടുത്ത് അത് നടപ്പിലാക്കുമ്പോൾ ഇൻസെൻറ്റീവ് എന്ന വാഗ്ദാനമാണ് മാനേജ്മെൻറ്റ് മുന്നോട്ട് വെക്കുന്നത്. ഇവിടെ മഹേഷും അതുപോലെ ഗിരീഷും സൂചിപ്പിച്ചു ഇൻസെൻറ്റീവിൻ്റെ പൊള്ളത്തരങ്ങളെക്കുറിച്ച്. ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. പക്ഷേ ഇൻസെൻറ്റീവ് എന്ന് പറയുന്ന ഒരു തട്ടിപ്പാണ്. ഇതിൻ്റെ മുഴുവൻ കൺട്രോൾ ഇരിക്കുന്നത്, ഇതിൻ്റെ സാങ്കേതിക വിദ്യ മുഴുവൻ ഉപയോഗിച്ചുകൊണ്ട് ഇൻസെൻറ്റീവിലെ അടുത്തേക്ക് ജോലി എത്തുമ്പോൾ എന്ന് പറഞ്ഞാൽ 600 രൂപയാണെങ്കിൽ 550 രൂപയുടെ ഓർഡർ പ്ലേസ് ചെയ്ത് കഴിയുമ്പോൾ സ്വാഭാവികമായും പിന്നെ തൊഴിലാളിക്ക് ഓട്ടം ലഭിക്കുന്നില്ല. ഇത് കൺട്രോൾ ചെയ്യുന്നത് മാനേജ്മെൻറ്റാണ്. അപ്പോൾ ഫലത്തിൽ കാത്തുനിന്ന് മണിക്കൂറുകൾ 18ഉം 19ഉം മണിക്കൂർ ജോലി ചെയ്യുന്ന ഒരു തൊഴിലാളിക്ക് ന്യായമായ വേതനം കൊടുക്കുന്ന കാര്യത്തിൽ അങ്ങേയറ്റം ജനാധിപത്യ വിരുദ്ധമായ ഒരു സമീപനം, മനുഷ്യത്വരഹിതമായ സമീപനം സ്വീകരിക്കുന്നു. ഇവർക്ക് വിശ്രമിക്കാൻ ഒരു സ്ഥലമില്ല. ചെറിയ സമയത്തിനുള്ളിൽ ഓർഡർ കൊടുത്ത് അടുത്ത ഓർഡർ പിടിച്ച് ഇൻസെൻറ്റീവിന് വേണ്ടി പരിശ്രമിക്കുമ്പോൾ ഉണ്ടാകുന്ന അപകടങ്ങൾ നിസ്സാരമല്ല. 3 മരണങ്ങൾ കൊച്ചി നഗരത്തിലുണ്ടായി. അവരുടെ ഇൻഷുറൻസ് പരിരക്ഷയില്ല. അപ്പോൾ തൊഴിൽ സുരക്ഷിതത്വമില്ല. ഇങ്ങനെ നിരവധിയായ ഫ്ലാറ്റുകളിലേക്ക് പോകുന്നു തൊഴിലാളികൾ. അവിടെ 2ാം തരം പൗരന്മാരെ പോലെ കാണുന്നു എന്നുള്ളതിൻ്റെ അനുഭവങ്ങൾ ഉണ്ടാകുന്നു. സ്ത്രീ തൊഴിലാളികൾക്കടക്കം സുരക്ഷിതത്വമില്ല, പരാതി പറയാൻ സംവിധാനങ്ങളില്ല. അപ്പോൾ ഇതിനെല്ലാം അഡ്രസ്സ് ചെയ്യണമെങ്കിൽ സമഗ്രമായ നിയമനിർമ്മാണം ഈ മേഖലയിൽ വേണം. അതിന് കേന്ദ്ര ഗവൺമെൻറ്റാണ് നേതൃത്വം കൊടുക്കേണ്ടത് എന്നതാണ് AITUCയുടെ സുചിന്തിതമായ അഭിപ്രായം. പക്ഷേ കേന്ദ്ര ഗവൺമെൻറ് അത്തരമൊരു ഇനിഷ്യേറ്റീവ് എടുക്കുന്നില്ല. എടുക്കാത്തൊരു ഘട്ടത്തിൽ നിങ്ങൾ സംസ്ഥാനങ്ങൾ ഇത് ചെയ്യൂ എന്ന് കേന്ദ്ര ഗവൺമെൻറ് പറയുമ്പോൾ ഇന്ത്യക്ക് തന്നെ മാതൃകയാക്കാൻ കഴിയുന്ന ഒരു നിയമനിർമ്മാണത്തിന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സർക്കാർ ശ്രമിക്കുകയാണ്. അത് പൂർത്തീകരിക്കപ്പെട്ടുകൊണ്ട് നമുക്ക് ഈ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടാൻ കഴിയണം. പ്രതീക്ഷയോടെ കാണുകയാണ്. തീർച്ചയായും അത് സ്വാഗതം ചെയ്യപ്പെടേണ്ടതാണ്. അത് പ്രതീക്ഷ നൽകുന്ന ഒന്നാണ്, നിമിഷം കൊണ്ടല്ല. അപ്പൊ അതുകൊണ്ട് ഗവൺമെന്റ് എടുക്കുന്നതോ അല്ലെങ്കിൽ ഒരു ലേബർ കമ്മീഷണറുടെ, അഭിലാഷ് ഒരു കാര്യം കൂടി, ലേബർ കമ്മീഷണറുടെ മുന്നിൽ നിൽക്കുന്ന ഒരു വിഷയം, അത് നിയമത്തിന്റെ പരിരക്ഷയ്ക്കകത്ത് നിന്നുകൊണ്ട് പരിരക്ഷിക്കുക എന്നതിനപ്പുറത്ത് കേരളത്തിന്റെ ഒരു സാമൂഹ്യ ഘടനയുണ്ട്, കേരളത്തിലൊരു പൊതു സൊസൈറ്റി ഉണ്ട്, തീർച്ചയായും പൊതുസമൂഹമുണ്ട്. ആ സമൂഹത്തിന്റെ സമ്മർദ്ദത്തിന് മുന്നിൽ ഏത് മാനേജ്മെന്റിനും മുട്ടുമടക്കേണ്ടി വരും എന്നതാണ് കേരളത്തിന്റെ സമര ചരിത്രം. അത് സുഗി മാനേജ്മെന്റ് മറന്നു പോകുന്നു എന്നിടത്താണ് തൊഴിലാളിക്ക് സമരം ചെയ്യേണ്ടി വരുന്നത്. തൊഴിലാളി രാവിലെ സമരത്തിന് ഇറങ്ങുക എന്ന് തീരുമാനിച്ചിറങ്ങുന്നതല്ല. ഞാൻ വളരെ പെട്ടെന്ന് തിരികെ എത്താം. നമുക്കൊരു ഇടവേള അനിവാര്യമാണ്. ശ്രീ സുഖിൽ റാം കൂടി അതിഥിയായി ചേരുന്നുണ്ട്. ശ്രീ സഞ്ജിത്ത്, അദ്ദേഹത്തിന് മറ്റൊരു പരാതിയാണ് ഉന്നയിക്കാനുള്ളത്. ഞാനിത് അദ്ദേഹത്തെ കൂടി അതിഥിയായി ക്ഷണിച്ചത് അടുത്ത ദിവസം ഈ സ്വിഗ്ഗി മാനേജ്മെൻറ്റുമൊക്കെയായി ചർച്ച നടക്കുമ്പോൾ ഒരു സർക്കാർ സംവിധാനങ്ങളുടെ ശ്രദ്ധയിൽ കൂടി അത് വരട്ടെ എന്ന് കരുതിയിട്ടാണ്. ഞാൻ വളരെ പെട്ടെന്ന് സുഖിൽ റാമിലേക്ക് കൂടി തിരികെ എത്താം ഇടവേളയ്ക്ക് ശേഷം. സ്വിഗ്ഗി തൊഴിലാളികളെ ചൂഷണം ചെയ്യുന്നു എന്നാണ് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞാൻ സുഖിൽ റാമിലേക്ക് പോകുമ്പോൾ, ശ്രീ സുഖിൽ റാം, ഇവിടെ തൊഴിലാളികൾ നേരിടുന്ന ഒരു ചൂഷണത്തെക്കുറിച്ചാണ് ഇപ്പോൾ സംസാരിച്ചത്. ഒപ്പം ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ ഭക്ഷണ വിതരണ ഓൺലൈൻ പ്ലാറ്റ്ഫോം കൂടിയാണ് സ്വിഗ്ഗി. അവിടെ ഈ ഭക്ഷണം നൽകുന്ന അല്ലെങ്കിൽ ഹോട്ടലുകൾ, റെസ്റ്റോറൻറ്റുകൾ അങ്ങനെയുള്ള മേഖലയിൽ നിന്നടക്കം ചില ചൂഷണങ്ങൾ നടക്കുന്നുണ്ട്. അത് അഡ്രസ്സ് ചെയ്യപ്പെടാതെ പോകുന്നുണ്ട് എന്നാണല്ലോ മനസ്സിലാക്കുന്നത്. യഥാർത്ഥത്തിൽ എന്താണ് ആ വിഷയം? ഉറപ്പായിട്ടും നമ്മളിപ്പം ഡിസ്കസ് ചെയ്യുന്ന വിഷയം തൊഴിലാളികളെ ചൂഷണം ചെയ്യുന്നു. അതോടൊപ്പം തന്നെ വെളിയിലറിയാത്ത വേറൊരു അനുഭവമാണ് എനിക്ക് കഴിഞ്ഞ 2 ആഴ്ചയ്ക്ക് മുമ്പ് നേരിട്ടത്. റെസ്റ്റോറൻറ്റുകളെ ഈ ഓൺലൈൻ ആപ്പുകൾ എങ്ങനെ എത്രമാത്രം ചൂഷണം ചെയ്യുന്നുള്ളത്. എനിക്ക് ആക്ച്വലി 2 ദിവസം കൊണ്ട് സൊമാറ്റോ എന്ന് പറയുന്ന വൻകിട ഫുഡ് ഡെലിവറി സർവീസ് 2 ദിവസം കൊണ്ട് എനിക്ക് 15,000 15,000 രൂപയാണ് ഞാൻ അറിയാതെ വെട്ടിച്ചത്. അത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് റെസ്റ്റോറൻറ്റിൻ്റെ കൺസെൻറ്റ് ഇല്ലാതെ റെസ്റ്റോറൻറ്റിലെ ഓണേഴ്സിനെയോ മാനേജേഴ്സിനെയോ അത് മാനേജ് ചെയ്യുന്ന പ്രതിനിധിയോ വിളിച്ചോ ഇമെയിൽ വഴിയോ വാട്സാപ്പ് വഴിയോ ഒരു കൺസെൻറ്റ് എടുക്കാതെ അവർ 50% ഓഫർ, 30% ഓഫർ, അങ്ങനെ ഡിഫറൻറ്റ് ഓഫറുകൾ അവർ പ്രൊവൈഡ് കൊടുക്കുക, ഓഫറുകൾ കൊടുക്കുക. അത് ഓൺലൈൻ പ്ലാറ്റ്ഫോം വഴി അവരുടെ കസ്റ്റമേഴ്സിലേക്ക് പോപ്പായി ഫേസ്ബുക്ക് വഴിയും വാട്സാപ്പ് വഴിയും ഇൻസ്റ്റാഗ്രാം വഴിയൊക്കെ എത്തുക.
അപ്പം അതായത് പ്രേക്ഷകർക്ക് ഒരു വ്യക്തത വരുത്തുന്നതിന് വേണ്ടിയാണ്, താങ്കൾ ഇപ്പോൾ പൂമരം എന്ന റെസ്റ്റോറൻറ്റിന്റെ നടത്തിപ്പുകാരനാണ്. താങ്കളുടെ ഹോട്ടലിൽ നിന്ന് ലഭിക്കുന്ന ഭക്ഷണത്തിനുള്ള ഓഫർ താങ്കളല്ല നിശ്ചയിക്കുന്നത്, മറിച്ച് ഏജൻസിയാണ്. നമ്മളറിയാതെ ആക്ച്വലി ഞങ്ങളുടെ എഗ്രിമെൻറ്റ് അങ്ങനെയൊക്കെ ഒരു ഓഫർ കൊടുക്കണമെങ്കിൽ നമുക്ക് കൊടുക്കാം. നമുക്ക് അവർ വിളിച്ച് ചോദിച്ചിട്ട് ഏതെങ്കിലും പ്രോഡക്റ്റിന് നമുക്ക് ഓഫേഴ്സ് കൊടുക്കാം. ശരി. പക്ഷേ ആക്ച്വലി ഈ പറയുന്ന സ്വിഗ്ഗി, സൊമാറ്റോ പോലെ ആപ്പുകൾ ഒരു 100 രൂപയുടെ ഒരു ഭക്ഷണം ഒരു റെസ്റ്റോറൻറ്റ് വിൽക്കുമ്പം നിയർലി 40% ഫുഡ് ഡെലിവറി കമ്മീഷനായിട്ട് നമ്മുടെ എടുക്കുകയാണ് ഓരോ റെസ്റ്റോറൻറ്റിൽ നിന്നും. അതിനും ഒരു നിശ്ചിതമായ നിരക്കില്ല. വളരെ KFC പോലെ അല്ലെങ്കിൽ വലിയ എസ്റ്റാബ്ലിഷ്ഡ് റെസ്റ്റോറൻറ്റുകളിൽ നിന്ന് ചിലപ്പോൾ അവർ 20% എടുക്കുന്നുണ്ടാവും. ഈ മേഖലയിലേക്ക് വരുന്ന ന്യൂ കമേഴ്സ് അല്ലെങ്കിൽ പുതിയ റെസ്റ്റോറൻറ്റുകൾ, മീഡിയം ലെവലിലൊക്കെ പോകുന്ന റെസ്റ്റോറൻറ്റിൽ നിന്ന് അവർ പറയുന്ന കമ്മീഷനാണ്. നിയർലി ഒരു 30 to 40% അവർ കമ്മീഷനായിട്ട് എടുക്കുന്നത്. അപ്പം ഞാനൊരു 100 രൂപയുടെ ഒരു പ്രോഡക്റ്റ്, ഒരു ഫുഡ് വിൽക്കുകയാണെങ്കിൽ എനിക്ക് 60 രൂപ കിട്ടും, 40 രൂപ കമ്മീഷനായിട്ട് ഞാൻ സൊമാറ്റോയുടെ അനുഭവം പറയുന്നത്, സൊമാറ്റോ എടുക്കും. അതുകൂടാതെ കസ്റ്റമറിൻ്റെ കയ്യിൽ നിന്ന് നിയർലി 100 രൂപ ഡെലിവറി ചാർജ് ആയിട്ട്. അപ്പം നോക്കുക, 100 രൂപയുടെ ഒരു പ്രോഡക്റ്റ് ഞാൻ വിൽക്കുമ്പം എനിക്ക് 60 രൂപയും സൊമാറ്റോ അല്ലെങ്കിൽ സ്വിഗ്ഗി എന്ന് പറയുന്ന ഓൺലൈൻ ആപ്പുകൾക്ക് 140 രൂപയും കിട്ടും. ഇവിടെ ഒരു തട്ടിപ്പ് നടക്കുന്നത് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു മീഡിയം ലെവൽ റെസ്റ്റോറൻറ്റിന് ചിലപ്പം ഒരു 25 to 50 ഓർഡേഴ്സ് ആയിരിക്കും ഒരു ദിവസം പോകുന്നത്. അവരുടെ കപ്പാസിറ്റി, പ്രൊഡക്ഷൻ കപ്പാസിറ്റി അത്രയായിരിക്കാം. അപ്പം 50 ഓർഡർ ഞാൻ കൊടുത്തു കഴിഞ്ഞാൽ 5000 രൂപയുടെ ഒരു ഓർഡർ പോകുമ്പം നിയർലി അതിൻ്റെ 40% 2000 രൂപ എനിക്ക് പോയിട്ട് 3000 രൂപയാണ് റെസ്റ്റോറൻറ്റ് കിട്ടുന്നത്. പ്ലസ് ഈ 2000 രൂപ ഫുഡ് ഡെലിവറി കമ്മീഷനായിട്ടും പ്ലസ് 5000 രൂപ 50 ഓർഡറിന് 100 രൂപ വെച്ചിട്ട് നിയർലി ഫിഗറാണ് ഞാൻ പറയുന്നത്. 5000 രൂപ ഫുഡ് ഡെലിവറി ചാർജ് ആയിട്ടും നിയർലി 7000 രൂപ സൊമാറ്റോ അല്ലെങ്കിൽ സ്വിഗ്ഗി പോലെയുള്ള ഡെലിവറി ആപ്പുകൾ എടുക്കുകയും നമ്മൾ പ്രൊഡക്ഷൻ കോസ്റ്റ് പോലും കിട്ടാത്ത രീതിയിൽ നമുക്ക് വളരെ നഷ്ടമായ രീതിയിലാണ് ഇവരുടെ ഒരു കാൽക്കുലേഷൻ. ഇവിടെ വരാൻ തട്ടിപ്പെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു റെസ്റ്റോറൻറ്റിന് 20 മുതൽ 50 ഓർഡറാണ് കൊടുക്കാൻ കപ്പാസിറ്റി ഉള്ളതെങ്കിൽ നമ്മളുടെ കൺസെൻറ്റ് ഇല്ലാതെ സ്വിഗ്ഗി അല്ലെങ്കിൽ സൊമാറ്റോ പോലുള്ള ആപ്പുകൾ വളരെ കസ്റ്റമേഴ്സിന് ആകർഷണമായ രീതിയിൽ വലിയ വലിയ ഓഫേഴ്സ്, അവർക്ക് ഒരിക്കലും ഈ റെസ്റ്റോറൻറ്റ് നഷ്ടത്തെക്കുറിച്ചൊരു ചിന്തയുമില്ല. അവർ വലിയ വലിയ ഓഫർ, ഇപ്പോൾ 50% ഓഫർ. അപ്പം പോപ്പപ്പായിട്ട് സ്വിഗ്ഗി ഈ പറയുന്ന ഓഫറുകൾ അവരുടെ സ്ഥിരം കസ്റ്റമേഴ്സായ അവരുടെ ഡേറ്റാബേസിലുള്ള കസ്റ്റമേഴ്സിന് ഇവരിങ്ങനെ പോപ്പപ്പ് ചെയ്തുകൊണ്ടിരിക്കും. സൊമാറ്റോയുടെ ഓഫർ 50%, പൂമരത്തിൽ 50% ബിരിയാണി ഓഫർ, 30% ചട്ടിച്ചോറിൻ്റെ ഓഫർ, ഇങ്ങനെയൊക്കെ പറയുമ്പം സ്ഥിരം കസ്റ്റമേഴ്സ് ആയാലും ന്യൂ കമേഴ്സ് ആയാലും അത് ആകൃഷ്ടരാകും ഓഫറിലോട്ട്. പ്രത്യേകിച്ച് നമ്മുടെ കേരളത്തിൽ കണ്ടുവരുന്നൊരു ഒരു സ്ഥിതിവിശേഷം കൂടിയാണ് ഈ ഓഫറിൻ്റെ പുറകിൽ പോകുന്ന കസ്റ്റമേഴ്സിൻ്റെ ഒരു താല്പര്യം. അപ്പം നമുക്ക് ഒരു ഓർഡർ വരുമ്പോഴത്തേക്ക് ഞാൻ ചിലപ്പോഴും റാൻഡമായിട്ടൊക്കെ ചെക്ക് ചെയ്യും ഓർഡർ വരുമ്പോഴത്തേക്ക്, അല്ലെങ്കിൽ ഇത് ഡെലിവറി ചെയ്യുന്ന സ്റ്റാഫ് ചെക്ക് ചെയ്യുമ്പം നമുക്കറിയാം ഈ 100 രൂപയുടെ ഒരു സാധനം പോകുമ്പം എന്താണ് 50%, 50 രൂപയെ കസ്റ്റമർ ചാർജ് ചെയ്തിട്ടുള്ളൂ. അപ്പം നമുക്ക് ചിലപ്പം തിരക്കിലാണെങ്കിൽ അപ്പോഴത് മോണിറ്റർ ചെയ്യാനും ഉടനെ അതിൻ്റെ കൺസേൺഡ് സൊമാറ്റോ ടീമിനെ വിളിച്ച് ചോദിക്കാനൊന്നും പറ്റത്തില്ല. ചിലപ്പം നമ്മൾ വിചാരിക്കും ഈ 50% ഓഫർ അവർ നമ്മളറിയാതെ ഇട്ടിട്ട്, അല്ലെങ്കിൽ നമ്മളറിയാതെ ഇട്ടിട്ട് നമുക്ക് ആ 50 രൂപ അവർ തരുമായിരിക്കും. 100 രൂപയിൽ 50 രൂപ ഒരു കസ്റ്റമറിന് ഓഫർ കൊടുക്കുന്നു. അപ്പം 50 രൂപ 100 രൂപയ്ക്ക് വേണ്ടി ഒരു പ്രോഡക്റ്റ്, ഒരു ഫുഡ് ഓർഡർ ചെയ്യുമ്പം കസ്റ്റമർ 50 രൂപ അടച്ചാൽ മതി. ചിലപ്പം ഇത് ശ്രദ്ധിക്കാതെ പോകുന്ന, അല്ലെ ശ്രദ്ധിക്കുന്ന ഒരു റെസ്റ്റോറൻറ്റ് ഓണർ ആണെങ്കിൽ കൂടി വിചാരിച്ചു പോകും ചിലപ്പോൾ സൊമാറ്റോ 50 രൂപ നമുക്ക് തരുമായിരിക്കും. കാരണം യൂബർ ഈറ്റ്സ് വന്ന സമയത്ത് അങ്ങനെയായിരുന്നു. അവർ 50% ഓഫർ കൊടുക്കുമ്പം റെസ്റ്റോറൻറ്റുകൾക്ക് ഒരു നഷ്ടവും സഹിക്കണ്ട. അവർ 50% ഓഫർ കൊടുത്തു കഴിഞ്ഞാൽ ആ 50 രൂപ യൂബർ ഈറ്റ്സ് നമുക്ക് തരുമായിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു ഹിസ്റ്ററിയും കൂടെ നമ്മുടെ മനസ്സിലുള്ളതുകൊണ്ട് അങ്ങനെയൊക്കെ ആയിരിക്കും നമ്മൾ ചിലപ്പോൾ ചിന്തിച്ചു പോകും. വളരെ എസ്റ്റാബ്ലിഷ്ഡ് റെസ്റ്റോറൻറ്റ്സുകളാകുമ്പം ഇതെല്ലാം മോണിറ്റർ ചെയ്യാനൊക്കെ വേറെ മെക്കാനിസവും ഉണ്ടാവും. അല്ലാതെ ഹോം ഷെഫുകൾ, ഞങ്ങളെ പോലെ പാഷനേറ്റ് ആയിട്ടൊക്കെ ഇതിലോട്ട് ഇറങ്ങിയ ആൾക്കാർ, അങ്ങനെയൊക്കെയുള്ള മെജോറിറ്റി അങ്ങനെയാണല്ലോ. ഏറ്റവും വലിയ വൻകിട റെസ്റ്റോറൻറ്റുകളല്ലോ നമ്മൾ നോക്കുമ്പം. വൻകിട റെസ്റ്റോറൻറ്റുകൾക്ക് അതിൻ്റെതായ ഒത്തിരി സിസ്റ്റമുണ്ട്. വളരെ പർട്ടിക്കുലർ സിസ്റ്റത്തിലൂടെ പോകുന്നത്. നമ്മളൊന്നും അത്രയും സിസ്റ്റം ഫോളോ ചെയ്യാൻ പറ്റത്തില്ല. സിസ്റ്റം ഫോളോ ചെയ്യണമെങ്കിൽ അതുപോലെ മാൻ പവർ വേണം. അപ്പോൾ നമുക്കത് പറ്റണമെന്നില്ല. അപ്പോൾ ഇവിടെ ഞാൻ കണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ 100 രൂപയുടെ ഒരു സാധനം നമ്മളുടെ കൺസെൻറ്റ് ഇല്ലാത്ത കസ്റ്റമർ 50 രൂപയ്ക്ക് വാങ്ങിക്കുന്നു. അത് പോട്ടെ, ഇവിടെ ഏറ്റവും കൂടുതൽ തട്ടിപ്പെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 25 മുതൽ 50 ഡെലിവറി ചെയ്യാൻ കപ്പാസിറ്റി ഉള്ള റെസ്റ്റോറൻറ്റിന് സൊമാറ്റോയ്ക്ക് ലാഭം കിട്ടണമെങ്കിൽ, അല്ലെങ്കിൽ ഡെലിവറി ചെയ്യുന്ന സൊമാറ്റോ, സ്വിഗ്ഗി പോലുള്ള ഏജൻസികൾക്ക് ലാഭം കിട്ടണമെങ്കിൽ 50 ഡെലിവറി പോകുന്ന റെസ്റ്റോറൻറ്റിൽ 100 ആക്കണം, അല്ലെങ്കിൽ 150 ആക്കണം. അത് ഒരു റെസ്റ്റോറൻറ്റ് കണക്കാണ് പറയുന്നത്. അങ്ങനെ കേരളത്തിൽ എത്ര റെസ്റ്റോറൻറ്റുകളുണ്ട്? അപ്പോൾ എൻ്റെ കേസിൽ എനിക്കിപ്പം ഒരു
100 രൂപയുടെ 50 ഓർഡർ എനിക്ക് കൊടുക്കാൻ കപ്പാസിറ്റി ഉള്ളൂ, അല്ലെങ്കിൽ 20 ഓർഡറെ കപ്പാസിറ്റി ഉള്ളെങ്കിൽ ഞാനൊരു 5000 രൂപയുടെ പ്രോഡക്റ്റ് വിൽക്കും. എനിക്ക് 3000 രൂപ കിട്ടും. സൊമാറ്റോയ്ക്ക് 2000 രൂപയും 50ൻ്റെ 5000 രൂപയോളം ഡെലിവറി ചാർജ് 7000 രൂപ കിട്ടും. ഇവിടെ അവർക്ക് ലാഭം ഉണ്ടാക്കണമെങ്കിൽ എൻ്റെ ഡെലിവറി കപ്പാസിറ്റി ഞാൻ അറിയാതെ എന്ത് ചെയ്യണം? ഡെലിവറി കപ്പാസിറ്റി അല്ല, എന്നെക്കൊണ്ട് 100 ഓർഡർ കൊടുപ്പിക്കണം. കൊടുപ്പിക്കണമെങ്കിൽ കസ്റ്റമേഴ്സിന് ഓഫർ കൊടുക്കണം നമ്മളറിയാതെ. ആൾറെഡി തന്നെ 40% എടുക്കുമ്പോൾ നമുക്ക് പ്രൊഡക്ഷൻ കോസ്റ്റ് പോലും കിട്ടുന്നില്ല. പിന്നെ നമ്മളെ വിളിച്ച് പറയുമ്പം നമുക്ക് ഓഫറൊന്നും താല്പര്യമില്ല എന്ന് പറയും. ചിലപ്പം ഏറ്റവും കൂടുതൽ ഫാസ്റ്റ് മൂവിങ് ആയുള്ള ബിരിയാണിക്കോ വേറെ എന്തെങ്കിലും ഒരു ഡിഷിന് നമുക്കൊരു അഡ്വർടൈസ്മെന്റിന് വേണ്ടി ഒരു പർട്ടിക്കുലർ പീരീഡിൽ ഓഫർ കൊടുക്കാം. അങ്ങനെ കൊടുക്കുന്ന ഒത്തിരി റെസ്റ്റോറൻറ്റുകളുണ്ട്. അപ്പോൾ ഇവിടെ സംഭവിക്കുന്ന വെച്ചാൽ ഞാൻ അറിയാതെ എൻ്റെ റെസ്റ്റോറൻറ്റിൽ നിന്ന് 100ഓളം ബിരിയാണി ആണെങ്കിൽ 100 ബിരിയാണി സെല്ല് ചെയ്യാൻ വേണ്ടി അവരൊരു ഓഫർ നിശ്ചയിക്കുന്നു. കസ്റ്റമേഴ്സ് ഇതൊന്നും അറിയുന്നില്ല. കസ്റ്റമേഴ്സ് 50% അത് വാങ്ങിച്ച് കഴിക്കുന്നു. നമുക്കെന്താ സംഭവിക്കുന്നത്? നമുക്ക് 10,000 രൂപയുടെ സാധനം വിൽക്കുമ്പം 5000 രൂപ കിട്ടുന്നു. അതിനേക്കാൾ വിചിത്രമായൊരു സംഭവമുണ്ട്. ഈ 5000 രൂപയിൽ നിന്ന് 40% പിടിച്ചിട്ട് എനിക്ക് 3000 രൂപ കിട്ടത്തുള്ളൂ. അതായത് ഞാൻ 10,000 രൂപയുടെ ഒരു സാധനം വിൽക്കുമ്പോൾ 10,000 രൂപയുടെ ബിരിയാണി വിറ്റാൽ എനിക്ക് കിട്ടുന്നത് 3000 രൂപ. അത് താങ്കളുടെ അനുവാദമില്ലാതെയാണ്. അത് സഞ്ജിത്ത്, ഞാൻ താങ്കൾ കൂടി ചർച്ചയിൽ പങ്കെടുക്കുന്നതുകൊണ്ടാണ്, ഒരു പക്ഷേ താങ്കൾക്ക് അറിയാവുന്ന വിഷയമാണോ എന്ന് വ്യക്തതയില്ല. എങ്കിൽ പോലും നമ്മുടെ ഈ വ്യവസായികൾ അല്ലെങ്കിൽ വ്യാപാരികൾ, ഹോട്ടലുകൾ എല്ലാവരെയും ഒന്നും അവരെ വൻപൻ ടീമുകൾ, കൊള്ളലാഭം നേടുന്നവർ എന്നൊന്നും കണക്കാക്കാനാവില്ല. വലിയൊരു ശതമാനം ആളുകളും ഇങ്ങനെ വാടക, കേരളത്തിൽ നല്ല വാടകയാണ്, തൊഴിലാളികൾക്ക് മാന്യമായ ശമ്പളമാണ്, മറ്റ് ഇലക്ട്രിസിറ്റി ചാർജ്, വാട്ടർ ചാർജ്, പാർക്കിംഗ് ചാർജ്, അങ്ങനെയൊക്കെ പലതും കൊടുത്തതിന് ശേഷം ഈ പറയുന്ന പോലുള്ള വലിയ ലാഭമൊന്നും കിട്ടണമെന്നില്ല എല്ലാവർക്കും. അപ്പോൾ അവർ വലിയ പ്രതിസന്ധിയിലാണ്. അവരെയും ഒന്ന് അഭിസംബോധന ചെയ്യേണ്ട സാഹചര്യമില്ലേ ശ്രീ സഞ്ജിത്ത്? തീർച്ചയായിട്ടും. ഞങ്ങൾ കൊച്ചിയിൽ നടത്തിയ സമരത്തെ ഹോട്ടൽ ആൻഡ് റെസ്റ്റോറൻറ്റ് അസോസിയേഷൻ സർവാത്മന സ്വാഗതം ചെയ്തുകൊണ്ട് മിസ്റ്റർ അസീസ് രംഗത്ത് വരികയുണ്ടായിരുന്നു. ശരി, അദ്ദേഹം അതിൻ്റെ പ്രധാന നേതാക്കളിൽ ഒരാളാണ്. അന്ന് ഈ വിഷയവും ഞങ്ങൾ ഈ സമരരംഗത്ത് ഉയർത്തിയിരുന്നു. ഇവരെ നിയന്ത്രിക്കുന്നത് ആരാണ്? അതാണ് ക്വസ്റ്റ്യൻ. തൊഴിലാളികളെ ചൂഷണം ചെയ്യുന്നു, ഹോട്ടലിലെ ചെറുകിട ഹോട്ടലുകാരെ ചൂഷണം ചെയ്യുന്നു, ഉപഭോക്താക്കളെ ചൂഷണം ചെയ്യുന്നുണ്ട്. 120 രൂപയുടെ ബിരിയാണിക്ക് 180 രൂപ പേ ചെയ്യേണ്ടി വരുന്ന ഘട്ടമുണ്ട്. പക്ഷേ ഈ 60 രൂപയിൽ കേവലം 2 രൂപയോ 3 രൂപയാണ് ഡെലിവറി ബോയ്ക്ക് കിട്ടുക. അതെ, വളരെ ചെറിയ ശതമാനമാണ് ഹോട്ടലുകൾക്ക് കിട്ടുക. അപ്പോൾ അതുകൊണ്ട് ഇവരെ നിയന്ത്രിക്കണം, ഒരു സംശയ കാര്യത്തിൽ വേണ്ട. ഈ ഭക്ഷ്യവിതരണ രംഗത്ത് പ്രവർത്തിക്കുന്ന കമ്പനികളെ നിയന്ത്രിച്ചേ മതിയാവൂ. അവിടെയാണ് സഞ്ജിത്ത് ഞാനൊരു സംശയമായി ചോദിക്കുന്നത്. താങ്കളൊരു പ്രതീക്ഷ അർപ്പിക്കുന്ന തരത്തിൽ പറഞ്ഞതും മറ്റു ചില സംസ്ഥാനങ്ങളുടെ നിയമനിർമ്മാണത്തെക്കുറിച്ചൊക്കെയാണ് പറഞ്ഞത്. അത് അധികവും തൊഴിലാളികളെ ആയിരിക്കുമല്ലോ അഭിസംബോധന ചെയ്യുക. അപ്പോൾ ഇത്തരം ടേംസ് ആൻഡ് കണ്ടീഷനിൽ നമ്മുടെ വ്യാപാര സ്ഥാപനങ്ങളെ, ഇവരെല്ലാം നമുക്ക് നികുതി നൽകുന്നതാണ്. ഈ സർക്കാരിൻ്റെ പ്രവർത്തനങ്ങളൊക്കെ ഈ ഹോട്ടലിൽ നിന്നുമൊക്കെ ലഭിക്കുന്ന നികുതിയുടെ കൂടി അടിസ്ഥാനത്തിലാണ്. അപ്പോൾ അവരെ കൂടി അഭിസംബോധന ചെയ്യുന്ന ഒരു തരത്തിൽ കൂടി നിയമനിർമ്മാണം അല്ലെങ്കിൽ കേരളത്തിലെ സംവിധാനങ്ങൾ മാറ്റേണ്ടതില്ലേ എന്നുള്ളതാണ്. തീർച്ചയായിട്ടും. കഴിഞ്ഞ 3 മാസങ്ങൾക്ക് മുൻപേ തിരുവനന്തപുരത്ത് വെച്ച് ബഹുമാനപ്പെട്ട തൊഴിൽ വകുപ്പ് മന്ത്രി സഖാവ് ശിവൻകുട്ടിയുടെ നേതൃത്വത്തിൽ ഒരു വർക്ക്ഷോപ്പ് സംഘടിപ്പിക്കുകയുണ്ടായിരുന്നു. അതിൽ ഹോട്ടൽ ആൻഡ് റെസ്റ്റോറൻറ്റ് അസോസിയേഷൻ്റെ പ്രതിനിധികൾ ഉണ്ടായിരുന്നു, അതിൽ മാനേജ്മെൻറ്റുകൾ ഉണ്ടായിരുന്നു, തൊഴിലാളി സംഘടനാ പ്രതിനിധികൾ ഉണ്ടായിരുന്നു, സ്വതന്ത്രമായ തൊഴിലാളികൾ ഉണ്ടായിരുന്നു. ഇവരുടെ എല്ലാം ഒരു പബ്ലിക് ഹിയറിംഗ് പോലെയാണ് ആ പരിപാടി സംഘടിപ്പിക്കപ്പെട്ടത്. ഒരു ദിവസക്കാലം നീണ്ടുനിന്ന ഒരു വർക്ക്ഷോപ്പ് സംഘടിപ്പിക്കപ്പെട്ടു. ആ വർക്ക്ഷോപ്പിൽ ഇവരുടേതായിട്ടുള്ള ആശങ്കകൾ, ഈ വ്യാപാരികളുടെ ഭാഗത്തു നിന്നുള്ള ആശങ്കകൾ പങ്കുവച്ചിട്ടുണ്ട്. സംസ്ഥാന ഗവൺമെൻറ് അതെല്ലാം കാണുന്നു എന്ന് തന്നെയാണ് അന്ന് അത് വൈൻഡപ്പ് ചെയ്തുകൊണ്ട് ബഹുമാനപ്പെട്ട മന്ത്രി മാധ്യമങ്ങളോടും ജനങ്ങളോടും പറഞ്ഞിട്ടുള്ളത്. ഞങ്ങൾ അതിൽ പ്രതീക്ഷ അർപ്പിക്കുകയാണ്. പക്ഷേ ഇവിടെ അടിസ്ഥാനപരമായ ഒരു ചോദ്യമുണ്ട്. ആ ചോദ്യം എന്ന് പറയുന്നത്, ഈ നിയമനിർമ്മാണങ്ങൾ നടക്കുന്ന കാലം വരെ ഈ ചൂഷണം നടക്കണമോ എന്നാണ്. ആ ചൂഷണത്തിന് തൊഴിലാളികളെ വിട്ടുകൊടുക്കാൻ അനുവദിക്കാൻ പോകുന്നില്ല. അത് ഏത് വലിയ മാനേജ്മെന്റ് ആണെങ്കിലും സമരമുണ്ടാവും. ആ സമരത്തിന് ട്രേഡ് യൂണിയൻ പ്രസ്ഥാനങ്ങളും കേരളത്തിലെ പൊതുസമൂഹത്തിനെയും പിന്തുണയാണ് ഞങ്ങൾ അഭ്യർത്ഥിക്കുന്നത്. മനുഷ്യനായി ജീവിക്കാം, മാനവികതയാണ് ഇതിലെ പ്രശ്നം. ഒരു തൊഴിൽ നിയമവും വേണ്ട, മറിച്ച് മനുഷ്യാവകാശം ഒന്ന് സംരക്ഷിക്കപ്പെടണ്ടേ? മനുഷ്യാവകാശം. നമ്മളൊരു പരിഷ്കൃത സമൂഹത്തിലല്ലേ ജീവിക്കുന്നത്. ഉപഭോക്താക്കളാണല്ലോ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത്. ആ ഉപഭോക്താക്കൾ കൊടുക്കുന്ന ടിപ്പ് പോലും തൊഴിലാളിക്ക് കൊടുക്കുന്നില്ല എന്നുള്ളതല്ലേ യാഥാർത്ഥ്യം. ഉപഭോക്താക്കൾ ഒന്ന് കണ്ണടച്ചാൽ അന്ന് തീരും. അപ്പോൾ ആ നിലയിൽ കൂടി പൊതുസമൂഹത്തിൻ്റെ ആകെ
ഒരു വലിയ പിന്തുണയും പൊതുസമൂഹത്തിൻ്റെ ആകെ ഒരു വലിയ നിയന്ത്രണവും ഒക്കെ ഉണ്ടാണ്. അതോടൊപ്പം തന്നെ തൊഴിലവസരങ്ങൾ സംരക്ഷിക്കപ്പെടണം. ഇതൊരു എക്കണോമിയുടെ ഭാഗമായി വന്നിട്ടുള്ളതാണ്. ഒരു ഗിഗ് എക്കണോമിയുടെ ഭാഗമായിട്ടുള്ള ലോകത്താകെ വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു തൊഴിൽ മേഖലയാണ്. ആ തൊഴിൽ മേഖലയെ സംരക്ഷിക്കണം. അവിടെ മാനേജ്മെന്റുകളുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കപ്പെടണം, ഉപഭോക്താക്കളുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കപ്പെടണം, ഭക്ഷണം ഉൽപ്പാദിപ്പിക്കുന്ന ചെറുകിട ഹോട്ടലുകളുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കപ്പെടണം, ഒപ്പം തൊഴിലാളികളുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കപ്പെടണം. തൊഴിലാളികൾക്ക് മാന്യമായി ജീവിക്കാനുള്ള അവകാശം വേണം. നമ്മുടെ രാജ്യം ഇന്ന് നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി തൊഴിലില്ലായ്മയാണ്. ആ തൊഴിലില്ലായ്മയെ ചൂഷണം ചെയ്യാൻ കോർപ്പറേറ്റ് സംവിധാനങ്ങൾക്ക് ഇവരെ വിട്ടുകൊടുക്കണമോ എന്നതാണ് രാഷ്ട്രീയമായി ഞങ്ങൾ ഉന്നയിക്കുന്ന ചോദ്യം. തീർച്ചയായും അത് പ്രസക്തമാണ്. ശ്രീ മഹേഷ്, ഇവിടെ സ്വാഭാവികമായി ഇപ്പോൾ കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്ത് നിന്നുണ്ടാകേണ്ട ഇടപെടലുകളുണ്ട്. അതോടൊപ്പം നേരത്തെ സഞ്ജിത്ത് തന്നെ സൂചിപ്പിച്ചു, കർണാടകം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ ആ സംസ്ഥാനത്തിന്റെ ഫെഡറൽ സംവിധാനത്തിന് കീഴിൽ നിന്നുകൊണ്ട് ചെയ്യാവുന്ന പ്രവൃത്തികളെ സംബന്ധിച്ച ഞാൻ തുടക്കത്തിൽ തന്നെ സഞ്ജിത്തിനോട് സംശയമായി ചോദിച്ചതും എന്തുകൊണ്ട് ലേബർ കമ്മീഷൻ ഗൗരവം കാണിച്ചില്ല എന്നുള്ളതാണ്. ഇവിടെ ഇത് 23-ാം തീയതി ഒരു ചർച്ചയ്ക്ക് വഴിയൊരുങ്ങുന്നു. അവിടെ സ്വിഗ്ഗിയുടെ പ്രതിനിധികൾ അടക്കമുണ്ട്. ഈ ചർച്ചയുടെ ആരംഭത്തിൽ താങ്കളടക്കം പറഞ്ഞത് ഇതിനു മുമ്പ് നടന്നിട്ടുള്ള ചർച്ചകളിലെ തീരുമാനങ്ങൾ പ്രാവർത്തികമായിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ ഈ ചർച്ചകളിൽ, ഇനി നടക്കാൻ പോകുന്ന ചർച്ചകളിൽ എത്രത്തോളം പ്രതീക്ഷയുണ്ട്? സഞ്ജിത്ത് ഇപ്പോൾ ഇടതുപക്ഷ സർക്കാരിനെ ന്യായീകരിച്ചുകൊണ്ട് മാത്രമേ സംസാരിക്കാൻ സാധിക്കുകയുള്ളൂ. എങ്കിൽ പോലും എത്രത്തോളം പ്രതീക്ഷയുണ്ട് താങ്കൾക്ക് ഈ സർക്കാർ സംവിധാനത്തിന് ഈ പ്രശ്നത്തെ കൃത്യമായി അഭിസംബോധന ചെയ്യാൻ സാധിക്കുമെന്ന്? സത്യത്തിൽ ഇന്ന് ഞങ്ങൾ ഈ പണിമുടക്ക് അവസാനിപ്പിക്കാനുണ്ടായ ഒരു കാരണം, ഈ സമരം അവസാനിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ബന്ധപ്പെട്ടിട്ടുള്ളത് കേരളത്തിൻ്റെ ബഹുമാനപ്പെട്ട ലേബർ മിനിസ്റ്ററാണ്. ഞങ്ങൾക്ക് ലേബർ കമ്മീഷനോട് യാതൊരു വിധത്തിലും ഞങ്ങൾക്ക് ഒത്തുപോകാൻ സാധിക്കില്ല. കാരണം ഞങ്ങളുടെ മുൻകാല അനുഭവം അതാണ്. അവരുമായി ചർച്ച നടത്തുകയാണെങ്കിൽ ഒരു കാലത്തും ഈ ചർച്ച വിജയിക്കില്ല. ഞങ്ങൾ ഇപ്പോൾ വിശ്വാസം അർപ്പിക്കുന്നത് ലേബർ മിനിസ്റ്ററിലാണ്. അദ്ദേഹം ഇതിൽ ഇടപെട്ടത് കൊണ്ട് മാത്രമാണ് ഞങ്ങൾ ഇന്ന് ഈ സമരം അവസാനിപ്പിക്കേണ്ടി വന്നത്. പക്ഷേ അവസാനിപ്പിക്കുമ്പോഴും ഞങ്ങൾ തൊഴിലാളികളിൽ നിന്ന് ഒരുപാട് പഴി കേൾക്കേണ്ടി വരുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. കാരണം അനിശ്ചിതകാല സമരം പ്രഖ്യാപിച്ചിട്ട് മണിക്കൂറുകൾക്കകം ആ സമരം പിൻവലിക്കേണ്ടി വന്നു ഞങ്ങൾക്ക്. അപ്പോൾ തൊഴിലാളികൾ അതിൽ കടുത്ത അമർഷത്തിലാണ്. കാരണം അവരവരുടെ ആവശ്യങ്ങൾ നേടിയെടുത്തതിന് ശേഷം മാത്രമേ സമരം പിൻവലിക്കാവൂ എന്നുള്ളതായിരുന്നു അവരുടെ ഡിമാൻഡ്. ഞങ്ങളും അത് തന്നെയായിരുന്നു മുന്നോട്ട് വച്ചിരുന്നത്. പക്ഷേ ലേബർ മിനിസ്റ്റർ ഇടപെടുമ്പോൾ ഞങ്ങൾക്ക് സ്വാഭാവികമായിട്ടും ഞങ്ങൾ ആ സമരത്തിൽ നിന്ന് പിന്നോട്ട് പോകണം. കാരണം ഒരു സംസ്ഥാനത്തിൻ്റെ മന്ത്രിയാണ് ഇത് ആവശ്യപ്പെടുന്നത്. അദ്ദേഹത്തിൽ വിശ്വാസം അർപ്പിച്ചുകൊണ്ടാണ് ഞങ്ങൾ ഇന്ന് ഈ സമരം പിൻവലിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ 23-ാം തീയതി ഞങ്ങൾ ഉന്നയിച്ചിട്ടുള്ള വിഷയങ്ങളിൽ ന്യായമായ തീരുമാനങ്ങൾ ഉണ്ടാകുമെന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു. ഒരു കാര്യം കൂടെ അഭിലാഷ്, ഞങ്ങൾ ആവശ്യപ്പെട്ടിട്ടുള്ളത്, ആ ഡിമാൻഡ് നോട്ടീസിൽ ഏറ്റവും പ്രധാനമായിട്ട് വച്ചിട്ടുള്ളത് ആദ്യത്തെ 0 മുതൽ 3 വരെയുള്ള കിലോമീറ്ററിന് 30 രൂപയും അത് കഴിഞ്ഞുള്ള ഓരോ കിലോമീറ്ററിന് 10 രൂപയുമാണ്. അത് തരാനാണ് മാനേജ്മെൻറ്റിന് മടി. എന്നാൽ ഇന്നലെ സമരം പ്രഖ്യാപിച്ചു കഴിഞ്ഞപ്പോൾ അവർ നൽകിയിട്ടുള്ള ഒരു ഉയർന്ന ബോണസ് ഉണ്ട്. നിങ്ങൾക്കിത് സൂം ചെയ്ത് കാണിക്കാൻ പറ്റുമെങ്കിൽ കാണിക്കുക. അതായത് 0 മുതൽ 5 കിലോമീറ്റർ വരെ ഓടുന്ന ഒരു തൊഴിലാളിക്ക് 25 രൂപ കിട്ടുന്നുണ്ടെങ്കിൽ ആ 25 രൂപയോടൊപ്പം അധികം 35 രൂപ കൂടി ഓരോ ഓർഡറിനും മാനേജ്മെൻറ്റ് ഇന്ന് നൽകുകയാണ്. അതായത് 5 കിലോമീറ്റർ ഓടുമ്പോൾ 25 രൂപ കിട്ടിക്കൊണ്ടിരുന്ന തൊഴിലാളിക്ക് ഇന്ന് അത് 60 രൂപ കിട്ടുന്നു. അതായത് സമരം നടക്കുമ്പോൾ തൊഴിലാളികളെ റോഡിലേക്ക് ഇറക്കുവാൻ വേണ്ടിയിട്ടുള്ള മാനേജ്മെന്റിന്റെ കുതന്ത്രങ്ങളാണ്. അപ്പൊ ഇതിനവർക്ക് കൊടുക്കാനുണ്ട്. ഇങ്ങനെ സമരം പ്രഖ്യാപിക്കുമ്പോൾ സമരത്തിനെ നശിപ്പിക്കാൻ വേണ്ടിയിട്ട് കൊടുക്കാനായിട്ട് അവരുടെ കയ്യിലുണ്ട്. എന്നാൽ തൊഴിലാളി ഓരോ ദിവസവും ജോലി ചെയ്യുമ്പോൾ, അതും 15-16 മണിക്കൂർ ജോലി ചെയ്യേണ്ടി വരുമ്പോൾ ഈ വരുമാനം കൊടുക്കുവാൻ മാനേജ്മെന്റ് തയ്യാറാകുന്നില്ല എന്നുള്ളതാണ് ഒരു കാര്യം. ഒന്നുകൂടി പറഞ്ഞോട്ടെ, അതോടൊപ്പം തന്നെ ഇന്ന് ഞങ്ങളുടെ ഒരു തൊഴിലാളിക്ക് പരിക്ക് പറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ആ പരിക്ക് പറ്റുന്ന സാഹചര്യം എന്ന് പറയുന്നത് മാനേജ്മെന്റിന്റെ അറിവോടുകൂടി സമരം ചെയ്തിരുന്ന തൊഴിലാളിയെ മാനേജ്മെന്റിന്റെ അറിവോടുകൂടി അവരുടെ ഗുണ്ടകൾ ആക്രമിക്കുന്ന സാഹചര്യമാണ്. ഈ സമരം പ്രഖ്യാപിച്ചപ്പോൾ അവരുടെ എല്ലാ ഔട്ട്ലെറ്റുകളിലും ബൗൺസേഴ്സിനെ അവർ നിർത്തിയിട്ടുണ്ട്. കാശ് കൊടുത്ത് ഗുണ്ടകളെ ഇറക്കി സമരത്തെ നേരിടാനാണ് മാനേജ്മെന്റ് ശ്രമിക്കുന്നത്. അങ്ങനെ പരിക്ക് പറ്റി മെഡിക്കൽ കോളേജിൽ കിടക്കുകയാണ് ഒരു തൊഴിലാളി. ആ തൊഴിലാളി എന്ന് പറയുന്നത് വെറുതെ നമുക്ക് പറഞ്ഞു പോകാൻ കഴിയില്ല. ഈ മേഖലയിൽ പണിയെടുക്കുന്ന ആക്സിഡന്റിൽപ്പെട്ട് മരണപ്പെടുന്നവർക്കും പരിക്ക് പറ്റുന്നവർക്കും വേണ്ടിയിട്ടുള്ള
ഇൻഷുറൻസ് തുക വാങ്ങിക്കൊടുക്കുവാൻ മാനേജ്മെൻറ്റിൻ്റെ പിറകിൽ നടക്കുന്ന ഒരു തൊഴിലാളിയാണ് അമീർ എന്ന് പറഞ്ഞ് ഇന്ന് പരിക്ക് പറ്റി ബോധമില്ലാതെ മെഡിക്കൽ കോളേജിൽ കിടക്കുന്നത്. അപ്പോൾ ആ തരത്തിൽ തൊഴിലാളികൾക്ക് വേണ്ടി നിലപാടെടുക്കുന്നവരെ ഇതുപോലെ സമരത്തിൽ ആക്രമിച്ച് കീഴ്പ്പെടുത്തുന്ന നടപടിയാണ് മാനേജ്മെന്റ് ഭാഗത്തുനിന്ന്. ഇത് ഒരു കാരണവശാലും അംഗീകരിച്ചു കൊടുക്കാൻ പറ്റില്ല. ഇതെല്ലാം 23-ാം തീയതി നടക്കുന്ന ചർച്ചയിൽ ഉയർന്നു വരും. ലേബർ മിനിസ്റ്ററുടെ സാന്നിധ്യത്തിൽ ചർച്ച നടക്കുമെന്നാണ് ഇപ്പോൾ അറിയുന്നത്. അദ്ദേഹം ഇതിൽ കൃത്യമായി ഇടപെടുമെന്നും ഇതിലൊരു മാറ്റം കൊണ്ടുവരും എന്നാണ് ഞങ്ങളിപ്പോൾ കരുതുന്നത്. അഥവാ തൊഴിലാളികൾ ഉൾപ്പെടെയുള്ളവർ ഇത് വീക്ഷിക്കുന്നുണ്ടാവും. 23-ാം തീയതി ഈ ചർച്ചയിൽ നമ്മൾ മുന്നോട്ട് വച്ചിട്ടുള്ള ആവശ്യങ്ങളിൽ എന്തെങ്കിലും പരിഹാരം ഉണ്ടായില്ല എങ്കിൽ വീണ്ടും ഞങ്ങൾ സമരത്തിലേക്ക് പോകേണ്ട സാഹചര്യം. അതാണ് എന്തായാലും എല്ലാ ആവശ്യങ്ങളും അംഗീകരിക്കണം എന്നുള്ളതാണ്. വളരെ പെട്ടെന്ന് തിരികെ എത്താം. ഒരു ഇടവേള കൂടി അനിവാര്യമാണ്. ശ്രീ സുഖിൽ റാം, വളരെ പെട്ടെന്ന് അവസാനിപ്പിക്കണം. ഇപ്പോൾ TC സഞ്ജിത്തിനെ പോലെയുള്ളവർ താങ്കൾ ഉന്നയിച്ച വിഷയം കൂടി അഭിസംബോധന ചെയ്യുമെന്ന് പറയുമ്പോൾ അങ്ങനെയുള്ള പ്ലാറ്റ്ഫോമുകൾ ഇതിനു മുമ്പ് ലഭിച്ചിരുന്നോ? ഇനിയെങ്കിലും ഇത്തരം കാര്യങ്ങൾ കൂടി പരിഗണിക്കപ്പെടുമെന്നൊരു പ്രതീക്ഷയുണ്ടോ? ഞാനിങ്ങനൊരു എക്സ്പീരിയൻസ് ഉണ്ടായപ്പോൾ അത് വേണ്ടപ്പെട്ട നമ്മുടെ കേരള റെസ്റ്റോറൻറ്റ് അസോസിയേഷനിൽ ഞാൻ ഈ ഒരു ഇഷ്യൂ രേഖപ്പെടുത്തിയിരുന്നു. ശരി, നമുക്ക് ഈ ഡെലിവറി സംവിധാനമായിട്ട്, അതായത് ഡെലിവറി ബോയ്സ് എന്ന് പറയുന്ന അല്ലെങ്കിൽ തൊഴിലാളികളുടെ യൂണിയനുമായിട്ടൊന്നും നമുക്ക് അങ്ങനെ കണക്ട് ചെയ്യേണ്ട ഒരു ആവശ്യം വന്നിട്ടില്ല. പക്ഷേ നമ്മളുടെ ഈ ഷോയിൽ അവരുടെ ഭാഗത്തു നിന്നും അടുത്ത ഒരു ഇതെല്ലാം അധികാരികളിൽ എത്തിക്കുന്ന രീതിയിലുള്ള സമീപനം ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. അതിൽ താങ്കളുടെ പരാതികളടക്കം മാനിക്കപ്പെടുമെന്നാണ് പ്രതീക്ഷയല്ലേ? ഉറപ്പായിട്ടും. കാരണം ഇത് എൻ്റെ പരാതി മാത്രമല്ല, ഞാൻ മനസ്സിലായി. എനിക്ക് റെസ്റ്റോറൻറ്റ് അസോസിയേഷനിൽ ഇത് രേഖപ്പെടുത്തിയപ്പോൾ ഒത്തിരി പേര് അവിടെ ഈ ഒരു പരാതിയുമായി മുന്നോട്ട് വന്നു. ഒത്തിരി പേർക്ക് ഇത് പറ്റുന്നുണ്ട്. കാരണം പലരും ഇത് നമ്മളുടെ മേഖലയിലും സംഘടിതമായിട്ട് ഇതിലേക്ക് ഇറങ്ങാൻ പറ്റുന്നില്ല എന്നുള്ളതാണ്. ഒറ്റപ്പെട്ട് ഒത്തിരി പേരിന്റെ പേഴ്സണലായിട്ടും ഈ സെയിം എക്സ്പീരിയൻസിലൂടെ കടന്നുപോയതായിട്ട് എന്നെ അറിയിച്ചിട്ടുണ്ട്. ശ്രീ ഗിരീഷ്, ചർച്ച അവസാനിപ്പിക്കുകയാണ്. താങ്കൾ ഈ ഓഫ് ക്യാമറയിലാണെങ്കിലും പറഞ്ഞത് അതീവ ഗൗരവമുള്ള വിഷയമാണ്. അതായത് ഈ 21 വയസ്സുള്ള ഒരു യുവാവ് ഇതിൻ്റെ ഭാഗമാകുന്നു. ഇൻഷുറൻസ് കവറേജിന് വേണ്ടത് 7 ദിവസത്തെ എക്സ്പീരിയൻസ് ആണ്. അതിൽ പോലും വ്യാജമായ ചില നിർമ്മിതികൾ നടത്തുന്നു. അപ്പോൾ ഇതൊക്കെ കൃത്യമായി ഇപ്പോൾ തന്നെ ഈ ജില്ലാ തലത്തിലൊന്നും ഇതിന് കൃത്യമായ ഓഫീസോ സംവിധാനങ്ങളോ ഒന്നുമില്ലേ? നിങ്ങൾ എവിടെയാണ് ഇത്തരം കാര്യങ്ങൾക്ക് സ്വിഗ്ഗിയെ തന്നെ ബന്ധപ്പെടുന്നത്? സ്വിഗ്ഗിക്ക് നിലവിലിപ്പോൾ പട്ടത്ത് ഒരു ഹബ്ബ് അവർ പ്രവർത്തനം ഉണ്ട്. അത് കഴിഞ്ഞ 4-5 വർഷമായിട്ട് അവരോട് പ്രവർത്തിച്ചു വരികയാണ്. ശരി. ഈ നേരത്തെ പറഞ്ഞ ഈ മരണപ്പെട്ട യുവാവിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ, ഈ ആക്സിഡൻറ്റ് പറ്റി മരണപ്പെട്ട് കഴിഞ്ഞാൽ 7 ദിവസത്തിനകത്ത് ഈ റൈഡർ വർക്ക് ചെയ്തിരിക്കണം എന്നാണ് ഇതിൻ്റെ ഒരു നിയമം വരുന്നത്. ഈ ക്രൈറ്റീരിയ മാച്ചായി കഴിഞ്ഞാൽ മാത്രമേ അയാളുടെ കുടുംബത്തിന് ഈ ഇൻഷുറൻസ് എന്ന് പറഞ്ഞാൽ 10 ലക്ഷം രൂപ കിട്ടത്തുള്ളൂ. പക്ഷേ ഈ സ്വിഗ്ഗി മാനേജ്മെൻറ്റ് എന്ന് പറയുന്ന കമ്പനി അവർ ചെയ്ത പ്രവൃത്തി എന്തെന്ന് വെച്ചാൽ, ഈ 7 ദിവസത്തിനകത്ത് അയാൾ വർക്ക് ചെയ്ത ഡാറ്റാസ് ആ ക്രൈറ്റീരിയ മാച്ച് ആവാണ്ടിരിക്കാൻ വേണ്ടി അതിൽ നിന്ന് എടുത്ത് കളഞ്ഞു. ആ ഡാറ്റാസ് എറൈസ് ചെയ്ത് കളഞ്ഞു. അപ്പോൾ നിലവിൽ ആ ഇൻഷുറൻസ് തുക കിട്ടേണ്ട മരിച്ച വ്യക്തിയുടെ കുടുംബത്തിന് അത് യോഗ്യരല്ല എന്ന് കാണിക്കാൻ വേണ്ടി ചെയ്തതാണ്. പക്ഷേ നമ്മൾ ഇത് പുറത്ത് കൊണ്ടുവന്നത്, ഇയാൾ ജോലി ചെയ്ത് 2 ദിവസം മുമ്പ് ജോലി ചെയ്തിട്ട് അതിൻ്റെ ശമ്പളം അടുത്ത ദിവസം അയാൾ അക്കൗണ്ടിൽ വന്നു. ഈ ഡാറ്റ എടുത്ത് കൊണ്ടുപോയി സ്വിഗ്ഗി മാനേജ്മെന്റിന് മുമ്പിൽ ഇട്ട് കൊടുത്തപ്പോഴാണ് അവരത് സമ്മതിക്കുന്നത് ജോലി ചെയ്തിട്ടുണ്ട്. സഞ്ജിത്ത്, താങ്കൾ പലതവണ കൈ ഉയർത്തിയത് കണ്ടു. ഞാൻ സമയപരിമിതി മൂലമാണ്. ഒരുപക്ഷെ ഇത്തരം പരാതികൾ കൂടി പരിഹരിക്കപ്പെടുന്ന ഒരു സെല്ലോ ഫോറമോ ഒക്കെ ഉണ്ടോ എന്ന് എനിക്കറിയില്ല. കൂടുതൽ ഈ ഇടതുപക്ഷ സർക്കാർ ആയതുകൊണ്ടാണ് ഇവർ കൂടുതൽ പ്രതീക്ഷ അർപ്പിക്കുന്നത് എന്നാണ് എനിക്ക് ചർച്ചയിൽ നിന്ന് മനസ്സിലാകുന്നത്. അപ്പോൾ അതുകൂടിയൊക്കെ അഡ്രസ്സ് ചെയ്യും എന്ന് വേണമല്ലോ പ്രതീക്ഷിക്കാനല്ലേ? നമുക്ക് ചർച്ച അവസാനിപ്പിക്കണം. അഭിലാഷ്, ഞാൻ ആദ്യം സൂചിപ്പിച്ചത് കേന്ദ്ര ഗവൺമെന്റും സംസ്ഥാന ഗവൺമെന്റും തമ്മിലുള്ള വ്യത്യാസം സൂചിപ്പിക്കുന്നതിന് വേണ്ടിയാണ്. AITUC ഉൾപ്പെടെയുള്ള ട്രേഡ് യൂണിയൻ പ്രസ്ഥാനങ്ങൾ തൊഴിലാളികളുടെ പക്ഷത്ത് നിന്ന് ഇത് മുന്നോട്ട് വെക്കാണ്. അപ്പോൾ ഇതിലെല്ലാവരും അഡ്രസ്സ് ചെയ്യണം. ഈ വിഷയങ്ങൾക്ക് എല്ലാ പരിഹാരം ഉണ്ടാവണം. അതിന് സമഗ്രമായ നിയമനിർമ്മാണത്തിലൂടെ അല്ലാതെ പരിഹാരം കാണുക സാധ്യമല്ല. അവിടെ അഡ്രസ്സ് ചെയ്യപ്പെടേണ്ട ഇത്തരം എല്ലാ വിഷയങ്ങളും അഡ്രസ്സ് ചെയ്യപ്പെടണം. പക്ഷേ അതുവരെ കാത്തു നിൽക്കാൻ കഴിയില്ല.
അതുകൊണ്ടാണ് ഗവൺമെന്റ് ഇടപെടണം എന്ന് AITUC ആവശ്യപ്പെടുന്നത്, CITU ആവശ്യപ്പെടുന്നത്, INTUC ആവശ്യപ്പെടുന്നത്. ശരി. ഗവൺമെന്റ് ഇടപെടണം. ഗവൺമെന്റ് നിയമനിർമ്മാണം വരെ ഇനി ലാഗ് ചെയ്ത് പോകാൻ കഴിയില്ല. ഇവരെ നിയന്ത്രിക്കാൻ ഗവൺമെന്റ് ഇടപെട്ട് അതിശക്തമായ നിലപാടുകൾ സ്വീകരിച്ച് തൊഴിലാളികളെയും പൊതുസമൂഹത്തെയും അതുപോലെ തന്നെ റെസ്റ്റോറന്റ് ഉടമകളെയും സംരക്ഷിക്കുന്ന ഒരു സമീപനവും അതോടൊപ്പം തൊഴിൽ സംരക്ഷണവും ഉറപ്പുവരുത്താൻ ഗവൺമെന്റ് ഇടപെടണമെന്ന് തന്നെയാണ് AITUCയുടെ അഭിപ്രായം. അതിലൊരു തരത്തിലൊരു സർക്കാർ അനുകൂലമല്ല, സർക്കാർ പ്രതികൂലം എന്ന് കാണണ്ട. നയമാണ് പ്രശ്നം. കേന്ദ്ര ഗവൺമെന്റിന്റെ നയങ്ങളിൽ നിന്ന് വിഭിന്നമാണ് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഗവൺമെന്റിന്റെ നയം എന്നതാണ് AITUCയുടെ അഭിപ്രായം. അതിൽ പ്രതീക്ഷ അർപ്പിച്ചുകൊണ്ട് തന്നെ നമ്മൾ ഈ ചർച്ച അവസാനിപ്പിക്കുകയാണ്. സമയപരിമിതിയുണ്ട്. 23-ാം തീയതിയാണ് ചർച്ച നടക്കാൻ പോകുന്നത്. മുൻകാലങ്ങളിലേതുപോലെ ചർച്ചകളിലെ തീരുമാനങ്ങൾ നടപ്പിലാക്കാതിരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകാതിരിക്കട്ടെ. ആവർത്തിച്ചു പറയുന്നു, അതായത് തൊഴിൽദാതാക്കളുടെ മാനേജ്മെൻറ്റിൻ്റെ പക്ഷത്ത് നിന്നുകൊണ്ട് അവർക്കും പറയാൻ ഏറെയുണ്ടാകും. പക്ഷേ അതിലേറെ തൊഴിലാളികൾക്കുണ്ട്. ഒപ്പം ഈ സ്ഥാപനങ്ങളുമായി സഹകരിച്ചു പോകുന്ന ഹോട്ടൽ ആൻഡ് റെസ്റ്റോറൻറ്റ് അസോസിയേഷനും മറ്റ് സേവനദാതാക്കൾക്കുമൊക്കെ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. ഒപ്പം ഈ ചർച്ചയിൽ പങ്കെടുത്തവർ ഓഫ് മൈക്കിൽ പറഞ്ഞ് ഒന്നുകൂടി സൂചിപ്പിച്ചുകൊണ്ട് അവസാനിപ്പിക്കുകയാണ്. ഇപ്പോഴെങ്കിലും ഈ ടെലിവിഷൻ ചാനലുകൾ ഞങ്ങളുടെ വിഷയങ്ങൾ അഡ്രസ്സ് ചെയ്തതിൽ സന്തോഷമുണ്ട് എന്നാണ് ഉറപ്പിച്ചു പറയുന്നു. നാളെയും ഞങ്ങൾ ഒപ്പമുണ്ടാകും. നിങ്ങളുടെ പ്രശ്നങ്ങൾ തീർച്ചയായും ജനങ്ങൾക്ക് മുന്നിലേക്ക് എത്തിക്കുകയും ചെയ്യും. ചർച്ചയിൽ പങ്കെടുത്ത എല്ലാ അതിഥികൾക്കും നന്ദി. ചർച്ച അവസാനിക്കുന്നു. നമസ്കാരം.